ഹൃദയം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. അക്കാദമിക് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലോറിംഗ് എക്സലൻസ് ത്രൂ എക്സ്പേർട്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി NSS ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം മുന്നോട്ട് വയ്ക്കുന്ന ഈ നാഷണൽ വെബിനാറിലേക്ക് എൻ്റെ എത്രയും ബഹുമാനം നിറഞ്ഞ പ്രിൻസിപ്പൽ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യ അതിഥികൾ, നമ്മുടെ എത്രയും പ്രിയപ്പെട്ട അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർവചരാചരങ്ങളിലും ഈശ്വര സാന്നിധ്യം ഉണ്ടെന്നിരിക്കെ നമ്മുടെ ഈ വെബിനാറിലും ആദ്യ അവസാനം വരെയും ഈശ്വര സാന്നിധ്യം നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സത്യസ്വരൂപനാം കർമ്മ ചൈതന്യമേ, എന്നെന്നുമുള്ളിലുണരണമേ. നേർവഴി തേടും ഞങ്ങളെയും നിന്റെ ചൈതന്യമേകി അനുഗ്രഹിക്ക. അറിവാകുമൊരഗ്നിജ്വാലയേകി മനസ്സിനെ നിർമ്മലമാക്കണമേ. ഏന്തിടാം ഞങ്ങളൊരഗ്നിയാക്കി, പകർന്നിടാം ഞങ്ങൾ തൻ കുരുന്നുകളിൽ. വിജ്ഞാനസാഗരമുള്ളിലൊതുക്കി ഉജ്ജ്വലവാഗ്മിത്വം കൈവരുത്തേണം. ഉണ്ണിക്കിടാങ്ങൾ തന്നുള്ളുണർത്താൻ ഞങ്ങളെ വിജ്ഞരാക്കിയിടണമേ. സത്യസ്വരൂപനം കർമ്മ ചൈതന്യമേ. ആചാര്യനുസ്മരണം. പ്രൗഢാകാരം മസൃണനയനം മന്നഗേ പ്രബോധം, സ്നേഹാധാരം സരസവചനം കർമ്മയോഗീന്ദ്രമുഖ്യം. വിദ്യാലോലം കഠിനയതിനം പത്മനാഭം സുദർശം. വന്ദേ ജിഷ്ണു ജനഹിതകരം ഭാരതേ കേസരീന്ദ്രം. അടുത്തതായി ക്ലാസ് മുറികളിൽ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുകയും നമ്മുടെ എല്ലാം ഏറെ പ്രിയപ്പെട്ട ടീച്ചറുമായ നമ്മുടെ ഈ വെബിനാറിന്റെ കോർഡിനേറ്ററും കൂടിയായ ലക്ഷ്മി മാമിനെ ഈ വെബിനാറിന്റെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എത്രയും ആദരണീയായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അംബ്ലി അരവിന്ദ്, ഇന്നത്തെ നമ്മളുടെ ചീഫ് ഗസ്റ്റ്, നമ്മുടെ കുടുംബത്തിലെ തന്നെ അംഗമായ ജയപ്രകാശ് സർ, നമ്മളുടെ കോളേജിന്റെ IPSC കോർഡിനേറ്റർ സാജൻ സർ, സ്റ്റാഫ് സെക്രട്ടറി അഖിൽ സർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, 2 ഗൂഗിൾ മീറ്റ് ലിങ്കുകളിലും യൂട്യൂബിലുമായി നമ്മളുടെ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിസിപ്പൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിക്കുന്നു. അക്കാഡമിക് സപ്പോർട്ട് പില്ലേഴ്സിനെ പറ്റിയിട്ട് ഒരു ഇൻഫോർമൽ സെഷൻ പ്ലാൻ ചെയ്തപ്പോഴാണ് അംബ്ലി ടീച്ചർ അത് നമ്മളുടെ കുട്ടികൾക്ക് മാത്രം കിട്ടിയാൽ പോരാ, അതൊരു നാഷണൽ വെബിനാറാക്കി മാറ്റണം എന്നുള്ള ഒരു സജഷൻ മുന്നോട്ടേക്ക് വെച്ചത്. വളരെ ഒരു ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. ഈ ഒരു പ്രോഗ്രാം തൻ്റെ കുട്ടികൾക്ക് മാത്രമല്ല, തൻ്റെ കോളേജിലെ കുട്ടികൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഒരു നല്ല അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ ഒരു സെമിനാറിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും എല്ലാ മോട്ടിവേഷനും തന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അംബ്ലി ടീച്ചറെ ഔപചാരികതയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മളുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി, നമ്മളുടെ സെമിനാർ ഇനാഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളോട് SCRTയുടെ ഫങ്ഷൻസിനെ പറ്റി സംസാരിക്കുന്ന
നമ്മളുടെ പ്രിയപ്പെട്ട SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK സാറാണ്. സാറ് നമ്മുടെ കോളേജിലെ അംഗമായിരുന്നു എന്നല്ല, നമ്മുടെ കുടുംബത്തിലെ അംഗം എന്ന് തന്നെ പറയാനാണ് നമ്മൾക്ക് ഏറ്റവും സന്തോഷം. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മികച്ച അക്കാഡമീഷ്യനും അഡ്മിനിസ്ട്രേറ്ററുമാണ് സാർ. സാറ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമെട്രിക്സിൽ റാങ്ക് ഹോൾഡർ ആണ്. അതിനുശേഷം RIE മൈസൂരിൽ നിന്ന് MEd കഴിഞ്ഞു. സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണം. അതിനുശേഷം നമ്മുടെ കോളേജിൽ ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ആ കാലയളവിൽ തന്നെ ഡെപ്യൂട്ടേഷനിൽ കലാമണ്ഡലത്തിൽ രജിസ്ട്രാറായി പോയി തന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മികവ് സാറ് തെളിയിക്കുകയുണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായിട്ടും SCRTയുടെ എക്സ്പേർട്ടായിട്ടും അതേപോലെ തന്നെ റൂസയുടെ നമ്മളുടെ കോളേജിലെ ഫണ്ടിങ്, നമ്മുടെ തന്നെയല്ല രാജ്യമൊട്ടാകെ കോളേജുകളുടെ ഫണ്ടിങ് റൂസ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. റൂസയുടെ എക്സ്പേർട്ട് പാനലിലും ഒക്കെ ഉണ്ടായി തന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വൈദഗ്ധ്യം തെളിയിച്ച വ്യക്തിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുക HODയുമായി സേവനമനുഷ്ഠിക്കുന്ന കാലയളവിലാണ് അദ്ദേഹം SCRT ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഏറെ അഭിമാനത്തോടെ ഏറെ സ്നേഹത്തോടെ SCRTയുടെ ഡയറക്ടറെ തന്നെ SCRTയുടെ ഫങ്ഷൻസിനെ പറ്റി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്യാനായിട്ട് സമ്മതിച്ച അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ട് തരുന്ന, മാത്രമല്ല ഇന്നത്തെ പ്രോഗ്രാമിന്റെ NCRTയിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സണെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് എല്ലാം നമ്മളുടെ IPSC കോർഡിനേറ്ററും നമ്മളുടെ ടെക്നോ മാനുമായ സാജൻ മാഷാണ്. നമ്മളുടെ സോഷ്യൽ മീഡിയ ചാമ്പ്യനായ ഡോക്ടർ KS സാജൻ മാഷെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. നമ്മളുടെ സ്റ്റാഫ് സെക്രട്ടറി, ഏറ്റവും സ്മാർട്ടായി നമ്മളുടെ കോളേജിലെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന, സ്റ്റാഫിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മളുടെ സ്റ്റാഫ് സെക്രട്ടറി, നമ്മളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ HOD ശ്രീ അഖിൽ K ശ്രീധർ, ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിലെ പാർട്ടിസിപ്പൻസ് ആണ്. നമ്മളുടെ കോളേജിലെ BEd MEd വിദ്യാർത്ഥികൾ, റിസർച്ച് സ്കോളേഴ്സ്, കോളേജിന് പുറത്തു നിന്നുള്ള നിരവധി ഡെലിഗേറ്റ്സ്, വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകർ, ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ടീച്ചേഴ്സ്, റിസർച്ചേഴ്സ് ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി, ഡെലിഗേറ്റ്സിനെ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. NSS ട്രെയിനിങ് കോളേജിന്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഒരു കുടുംബമായി നിന്നിട്ടുള്ള കോപ്പറേഷൻ ആണ്. ആ ഒരു കോപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫുകളെ എല്ലാവരെയും, കുട്ടികളെ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ഇനി വരാനുള്ള സെഷൻസിൽ പങ്കെടുക്കുന്നവരെ, അവരിവിടെ ഇല്ല, നമ്മുടെ പ്രോഗ്രാം ഇല്ല എങ്കിൽ പോലും ഔപചാരികതയുടെ പേരിൽ വിജയൻ സാറേയും കവിത ടീച്ചറേയും കൂടി സ്വാഗതം ചെയ്ത് ഈ രണ്ട് മീറ്റുകളിലും യൂട്യൂബ് ലിങ്കിലുമുള്ള മുഴുവൻ ഓഡിയൻസിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി എന്നും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മൾക്ക് മുൻപിലെത്തുകയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അധ്യാപികയും NSS ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം പ്രിൻസിപ്പൽ ഡോക്ടർ അമ്പിളി അരവിന്ദ് ടീച്ചറെ ഏറ്റവും ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ വെബിനാറിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി, ഈ വെബിനാർ ഇനോഗ്രേറ്റ് ചെയ്യുന്ന SCRT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ്, വെബിനാർ കോർഡിനേറ്റർ ഡോക്ടർ ലക്ഷ്മി, ആശംസകൾ അർപ്പിക്കുന്ന IQSC കോർഡിനേറ്റർ ഡോക്ടർ സാജൻ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ അഖിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, എഡ്യൂക്കേഷൻ ഫീൽഡിന്റെ, ടീച്ചർ എഡ്യൂക്കേഷൻ ഫീൽഡിന്റെ പ്രത്യേകിച്ചും സപ്പോർട്ട് സ്ട്രക്ചറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡയറ്റ്, SCRT, NCRT ഒക്കെ.
അപ്പൊ അതിൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്സിന്റെ ഒരു ഇന്ററാക്ഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയ ലക്ഷ്മി പറഞ്ഞപ്പോ അത് കുറച്ച് ബാക്കിയുള്ളവർക്ക് കൂടി ആ രീതിയിൽ അത് അവരോടുള്ള ഒരു എക്സ്പോഷർ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. വളരെ ഇഫക്റ്റീവായിട്ട് ആ ഷോർട്ട് നോട്ടീസിൽ ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ ലക്ഷ്മിക്ക് സാധിച്ചു. അതിൽ ഞാൻ എല്ലാ അനുമോദനങ്ങളും ആദ്യമേ തന്നെ ലക്ഷ്മിയോട് പറയുന്നു. പിന്നെ നമ്മുടെ വിശിഷ്ടാതിഥിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ജയപ്രകാശ്. നമ്മുടെ NSS ട്രെയിനിങ് കോളേജ് കുടുംബത്തിലെ ഒരു അംഗമാണ്. വളരെ പ്രഗത്ഭനായ ഒരു അക്കാഡമിഷ്യനാണ്. ഒരുപാട് വളരെ വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷണൽ അപ്പെക്സ് ബോഡിയായ SCRTയുടെ ഡയറക്ടറാണ്. ഇത്രയും പ്രഗത്ഭനായ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെ തന്നെ ഈ പ്രോഗ്രാമിന് ലഭിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. JPക്ക് ഒരു വെൽക്കം ഫംഗ്ഷൻ ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടതാണ് നമ്മുടെ കോളേജിൽ നിന്നും. അത് ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. എന്തായാലും അത് നമുക്ക് ഇനി അവസരങ്ങളുണ്ട്. ഈ ഒരു ഓൺലൈൻ വെബിനാറിൽ JP വളരെ പെട്ടെന്നുള്ള ഷോർട്ട് നോട്ടീസിൽ പോലും തിരക്കുകൾക്കിടയിലും അത് സമ്മതിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. JP ഞാൻ ഒരിക്കൽ കൂടി കോളേജിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ഒരുപാടൊന്നും പറയാനില്ല. വളരെ നല്ല ഒരു അനുഭവമാണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. MD സ്റ്റുഡൻസിനും റിസർച്ച് സ്കോളേഴ്സിനും അതുപോലെ ടീച്ചർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നും ഇതിന് താല്പര്യമുള്ള ഇതിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ വിവിധ അപ്പെക്സ് ബോർഡുകളിലുള്ള എക്സ്പേർട്സിന്റെ തന്നെ അവരുടെ അനുഭവങ്ങൾ അല്ല അവർക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് കേൾക്കുക, ശ്രവിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ അതിനെപ്പറ്റിയുള്ള ഒരു ഇൻസൈറ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസ് ആയിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അതിന് അവസരം ഒരുക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ പ്രോഗ്രാം ഒരു സക്സസ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജയപ്രകാശിനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരി, എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കി പ്രോഗ്രാം ഫംഗ്ഷൻ നടക്കട്ടെ. Thank you, teacher. What is really needed to make democracy function is not knowledge of facts, but right education. ജനാധിപത്യം പ്രവർത്തനക്ഷമമാക്കാൻ യഥാർത്ഥത്തിൽ വേണ്ടത് വസ്തുതകളെ കുറിച്ചുള്ള അറിവല്ല, ശരിയായ വിദ്യാഭ്യാസമാണ്. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ നമുക്ക് SCRTയുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കും. അതെ, നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിന്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ മുൻപിൽ എത്തിച്ചേർന്നിരിക്കുന്നത് SCRTയുടെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ജയപ്രകാശ് സാറാണ്. സാറിനെ ഈ വെബിനാറിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നതിന് മുൻപായി അദ്ദേഹത്തെ നിങ്ങൾക്ക് മുൻപിൽ കൂടുതലായി പരിചയപ്പെടുത്തുക എന്നുള്ളതും എന്റെ കർത്തവ്യമായി ഞാൻ കാണുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അധ്യാപനത്തിനുള്ള സംഭാവനകൾ. എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ നിരവധി ഈ കണ്ടന്റ് മൊഡ്യൂളുകൾ സംഭാവന ചെയ്തു. സർവകലാശാല തലത്തിലെ അധ്യാപന നിയമനങ്ങളുടെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാലയുടെ ദ്വിവത്സര B.Ed പ്രോഗ്രാമിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് സംഭാവന നൽകി. 2010 ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജ് ഓപ്പൺ ഡോർ പോളിസി ഇൻ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ UGC സ്പോൺസർ ചെയ്ത ദേശീയ സെമിനാർ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലും സർവകലാശാല തലത്തിലും അദ്ദേഹത്തിന്റെ അധ്യാപന ചുമതലകൾ രജിസ്ട്രാർ, കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി, വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി, കേരള ഗവൺമെന്റിന്റെ റൂസ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറേറ്റിലെ ടെക്നിക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ് മെമ്പർ, ചെയർമാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ കാലിക്കറ്റ് സർവകലാശാല, കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല വിദ്യാഭ്യാസ ഫാക്കൽറ്റി മെമ്പർ, അധ്യാപക വിദ്യാഭ്യാസം സംബന്ധിച്ച കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വിദഗ്ധ സമിതി മെമ്പർ, മെമ്പർ ഓഫ് റിസർച്ച് അഡ്വൈസറി കമ്മിറ്റി SSA ഗവൺമെന്റ് ഓഫ് കേരള, കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാഭ്യാസ ഫാക്കൽറ്റി അംഗം, മെമ്പർ ഓഫ് ബോർഡ് ഓഫ് സ്റ്റഡീസ് എഡ്യൂക്കേഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇത്തരത്തിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് ചുമതലകളും സംഭാവനകളും നേട്ടങ്ങളും അദ്ദേഹത്തിന് സ്വന്തം. അധ്യാപക വിദ്യാർത്ഥികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ് ഡോക്ടർ ജയപ്രകാശ് സാർ എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കിപ്പോൾ കഴിയും.
സാറിനെ അത്യധികം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ വെബിനാറിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്മി കേൾക്കാലോ? കേൾക്കുന്നില്ലേ? കേൾക്കാം സർ, വളരെ ക്ലിയർ ആണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ ഒരു സെഷനാണ്. അതിന്റെ അധ്യക്ഷം ആ ഒരു കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അമ്പിളി ടീച്ചർ. ഇതിന്റെ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ലക്ഷ്മി, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാജൻ, അഖിൽ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ കോളേജിലെ മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ. എനിക്കിങ്ങനെ ഒരു ഫോർമലായിട്ട് ഇത് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നം തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും വളരെ ഇൻഫോർമലായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. എന്നാലും ഒരു ചടങ്ങായതുകൊണ്ട് മാത്രം ഇങ്ങനെ തുടങ്ങുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെന്തായാലും അടുത്ത സെഷനിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കടക്കുന്നത്. നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ എന്തായാലും അക്കാഡമിക് സപ്പോർട്ട് സ്ട്രക്ചറുകൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിവിധ ഏജൻസികളെ കുറിച്ചിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഈ വെബിനാറിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ലക്ഷ്മി സൂചിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് യൂട്യൂബിലൂടെയും മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് അടക്കം എത്തിച്ചിട്ടുള്ള ഒരു സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജാണ്. അതിനുള്ള ഒരു കാരണം അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ ഇതിനൊന്നും എതിർത്ത് പറയാറില്ല എന്നുള്ളതാണ്. ഏത് ഫാക്കൽറ്റിയും ഒരു പുതിയ ഒരു പ്രോഗ്രാം ടീച്ചറോട് പോയി പറഞ്ഞാൽ യാതൊരു വൈമനസ്യവും കൂടാതെ തന്നെ അത് നടത്തിക്കോളൂ എന്ന് അനുമതി കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു സാജൻ മാഷിന്റെ കയ്യിൽ ആ പരിപാടികളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ അത്രമാത്രം പരിപാടികൾ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബിലൂടെയും ഒക്കെ മറ്റാളുകളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പരിപാടി അത് നിരന്തരമായി നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജ്. അത് കോവിഡ് കാലഘട്ടം മാത്രമല്ല, അതിനു മുമ്പും എല്ലാ പരിപാടികളെയും ഒരു മുൻധാരണയില്ലാതെ സമീപിക്കുന്ന ഒരു അക്കാഡമിക് കൾച്ചർ അവിടെ ഉണ്ടായിരുന്നു. അത് ആര് വരുന്നു, എന്ത് സംസാരിക്കുന്നു എന്നൊന്നും നമ്മുടെ അക്കാഡമിക് ഫാക്കൽറ്റികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വരുന്ന ആളുകൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പോകുന്നു, അതിൽ നല്ലതിനെ സ്വീകരിക്കുന്നു, നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ തള്ളിക്കളയുന്നു. ആ രീതിയിലുള്ള വലിയൊരു അക്കാഡമിക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഒരു കോളേജാണ് എൻ്റെ കോളേജായിട്ടുള്ള ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജ്. അതുകൊണ്ട് അവിടെ ഒരുപാട് പരിപാടികൾ ഇതിനു മുമ്പ് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്തും എല്ലാ ആഴ്ചയിൽ നിന്ന പോലെ നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആ അക്കാദമിക് പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ബ്ലെൻഡഡ് മോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനിലേക്ക് കുറെ കാര്യങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന പരിവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒരേ സമയം തന്നെ ദേശീയ തലത്തിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ജോലികൾ വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളും വ്യത്യസ്തമായ സമീപനങ്ങളുമാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്കുകളും നടന്നു വരികയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2024 കേരളത്തിലെയും പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം പൂർത്തിയാകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും രാജ്യത്താകമാനം തന്നെ വലിയ മാറ്റങ്ങൾക്ക്, ആ മാറ്റങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ.
ഏത് തരത്തിലാണത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സ്വാധീനിക്കുക എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ കാലത്തിന്റെ മാറ്റങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ പ്രീ പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെയുള്ള വിദ്യാഭ്യാസ മേഖലകൾ മാറാൻ വേണ്ടി പോവുകയാണ്. ഈ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു വേദി നമ്മുടെ ട്രെയിനിങ് കോളേജുകളാണ്, ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും അത് കുട്ടികളിലൂടെയും അധ്യാപകരിലൂടെയും നമ്മുടെ എല്ലാ ആളുകളെയും പഠിപ്പിക്കുക എന്നുള്ളൊരു ജോലി നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ കേന്ദ്രങ്ങൾ, ട്രെയിനിങ് കോളേജുകൾ തീർച്ചയായിട്ടും നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ ഒരു വിഷയത്തെ അധികരിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. പക്ഷെ ഇതിൽ നിന്നും കൂടുതലായിട്ട് ഇനി ഒരുപാട് റോള് നമ്മുടെ സംസ്ഥാന കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് ആ ചർച്ചകൾ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ആ ചർച്ചകൾ ഏറ്റെടുക്കാനും സംഘടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വേദിയായി നമ്മുടെ ട്രെയിനിങ് കോളേജുകൾ മാറേണ്ടതുണ്ട്. അതിന്റെ ഒരു മുന്നണി പോരാളിയായി തീർച്ചയായിട്ടും ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എപ്പോഴും ഉള്ളത്. കാരണം അക്കാഡമിക ചർച്ചകളോട് ഒരു കാലത്തും മുഖം തിരിഞ്ഞു നിൽക്കാത്ത ഒരു കൾച്ചറാണ് ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജിന് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത്തരം ചർച്ചകളുടെ ഭാഗമാകും നമ്മുടെ കോളേജും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ ഒരു ദേശീയ തലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സർ. നമ്മുടെ ഈ വെബിനാറിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അധ്യാപകനും IQAC കോർഡിനേറ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചാമ്പ്യനുമായ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ KS സാജൻ സാറിനെ എത്രയും ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു. താങ്ക് യു അനീഷ. ഐ തിങ്ക് എൻ്റെ ശബ്ദം ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയപ്രകാശ് സാർ, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ സെമിനാറിൻ്റെ കോർഡിനേറ്റർ ലക്ഷ്മി ടീച്ചർ, ഇന്ന് നമുക്ക് ഈ ഒരു വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്ത ഈ വെബിനാർ അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ SCRT, NCRT, ന്യൂപ്പ തുടങ്ങിയ ടോപ്പിക്കുകൾ MEd ക്ലാസ് മുറിയിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ മെറ്റീരിയലുകളോ NCRTയുടെ SCRTയുടെ വെബ്സൈറ്റുകളോ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ പരിമിതമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ കാണുന്നത് എന്ന് തോന്നാറുണ്ട്. അതിന് കാരണം ആ കാലഘട്ടങ്ങളിൽ SCRTയുടെ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് SCRTയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ SCRTയിൽ നടക്കുന്ന വളരെ വിശാലമായ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ തലം മാത്രമാണ് അവരുടെ വെബ്സൈറ്റിലൂടെ ആയാലും അല്ലെങ്കിൽ മറ്റ് ടെക്സ്റ്റ് ബുക്കിലൂടെയായാലും നമ്മൾ അറിയുന്നത്. ഈ ഒരു രീതിയിൽ നേരിട്ട് SCRT ഡയറക്ടർ വഴി തന്നെ നമുക്ക് SCRTയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും മനോഹരമായ ഒരു ആശയമാണ്. ആ ഒരു ആശയത്തിലേക്ക് ഇങ്ങനെ ഒരു വെബിനാർ എത്തിച്ചതിന് ഞാൻ പ്രത്യേകിച്ച് ലക്ഷ്മി ടീച്ചറോട് നന്ദി പറയുന്നു. അതോടൊപ്പം B.Edും M.Edും പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഏറ്റവും മികച്ച ഒരു അവസരമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയായാലും ഇതിൻ്റെ ലൈവ് റെക്കോർഡ് ലിങ്കെങ്കിലും നിങ്ങൾ കാണണം. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്തോ കിട്ടാതെ പോയ ഒരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത്. അതേപോലെ NCRTയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ വിജയൻ സാർ നമ്മളോട് നേരിട്ട് സംവദിക്കുന്നു NCRTയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അതേപോലെ ഡയറ്റിലെ ടീച്ചറായിട്ടുള്ള കവിത ടീച്ചർ നമ്മളോട് നേരിട്ട് സംവദിക്കുന്നു ഡയറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഇതിനപ്പുറം എനിക്ക് തോന്നുന്നു ടീച്ചർ വിഭാവനം ചെയ്യുന്നത് ന്യൂപ്പ, PMNC, പണ്ഡിറ്റ് മദൻ മാളവ്യ പ്രൊജക്ട് തുടങ്ങിയ ഏജൻസികളും എന്താണ് ചെയ്യുന്നത് എന്നത് നിങ്ങൾ നേരിട്ടറിയാൻ അത്തരം റിസോഴ്സ് പേഴ്സണെ കണ്ടെത്തി പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സീരീസ് ആയിട്ട് ഇത് മാറണം എന്നാണ് എൻ്റെ ഒരു ആശംസ.
ഈ വെബിനാർ ഏറ്റവും ഫലപ്രദമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ വെബിനാറിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയുമായ ശ്രീ അഖിൽ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അമ്പിളി ടീച്ചർ, ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ SCRTയുടെ ഡയറക്ടറും പ്രിയപ്പെട്ട സ്നേഹിതനും കൂടിയായിട്ടുള്ള ഡോക്ടർ ജയപ്രകാശ് സാർ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച IQC കോർഡിനേറ്റർ സാജൻ സാർ, ഇന്നത്തെ വെബിനാറിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ലക്ഷ്മി ടീച്ചർ, പ്രിയപ്പെട്ട കൊളീഗ്സ്, വിദ്യാർത്ഥികൾ, നമ്മുടെ കോളേജിന് പുറത്തു നിന്നുള്ള ഡെലിഗേറ്റ്സ്. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ, അത് നാഷണൽ ഇന്റർനാഷണൽ സെമിനാറുകളായിക്കോട്ടെ, വർക്ക്ഷോപ്പുകളായിക്കോട്ടെ, FDPകളായിക്കോട്ടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് നമ്മുടെ കോളേജ്. തീർച്ചയായും അത്തരമൊരു കോളേജിന്റെ സ്റ്റാഫ് സെക്രട്ടറി എന്ന് പറയുന്നതിൽ അഭിമാനം തന്നെയുണ്ട്. എനിക്ക് തോന്നി 2022 നമ്മുടെ കോളേജ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഒരു നാഷണൽ ലെവൽ പ്രോഗ്രാമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് ഒരുപാട് നോളജ് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അത് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു അവസരത്തിൽ ഇതിന്റെ കോർഡിനേറ്റർ ഡോക്ടർ ലക്ഷ്മി ടീച്ചറെ അപ്രിഷ്യേറ്റ് ചെയ്യുവാനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഇത്തരത്തിൽ വിപുലമായ വളരെ വലിയൊരു പ്രോഗ്രാം ടീച്ചർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു വെബിനാറിന്റെ 3 സെഷൻസ് നമുക്കുണ്ടറിയാം. 3 സെഷനും വളരെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ, നല്ല രീതിയിൽ പോകട്ടെ എന്ന് NSS ട്രെയിനിങ് കോളേജിലെ മുഴുവൻ അധ്യാപകരുടെയും ഒരു പ്രതിനിധിയായി പറയുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ ഈ വെബിനാറിന്റെ ഇനോഗ്രൽ സെക്ഷന്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്താനായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നന്ദി പറയുന്നതിനായി നമ്മുടെ സുഹൃത്തും Ncrt റെപ്രസെന്റേറ്റീവുമായ ആതിരയെ ക്ഷണിക്കുന്നു. മിസ് കേൾക്കുന്നുണ്ടല്ലോ? ഓഡിബിൾ ആണ് ആതിര, ക്ലിയർ ആണ്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഇന്നത്തെ ഈ അക്കാഡമിക് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലോറിംഗ് എക്സലൻസ് ത്രൂ എക്സ്പേർട്ട് എന്ന ഈ ഒരു നാഷണൽ ലെവൽ വെബിനാറിന് നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വെബിനാർ എന്നൊരു ആശയം നമുക്ക് മുന്നിലേക്ക് ഇട്ടുതരികയും അതിനുവേണ്ടി എല്ലാ വിധത്തിലുമുള്ള സപ്പോർട്ടും ഡയറക്ഷൻസും തന്ന് നമ്മുടെ കൂടെ നിന്ന നമ്മുടെ വെബിനാർ കോർഡിനേറ്ററും സ്റ്റാഫ് അഡ്വൈസറും ആയ നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മി മിസ്സിന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ എന്ത് പ്രോഗ്രാമിനും നമ്മുടെ കൂടെ സപ്പോർട്ടും ഡയറക്ഷൻസും തന്ന് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന NSS ട്രെയിനിങ് കോളേജിലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അമ്പിളി അരവിന്ദ് ടീച്ചർക്ക് സ്നേഹത്തിന്റെ പേരിൽ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK സർ. സാറിന്റെ ഒരു ബയോഡാറ്റ ഞാൻ ഇന്നലെ ലക്ഷ്മി മിസ്സിന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. മിസ് എനിക്ക് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ഓഡിയോ കേട്ട സമയത്ത് തന്നെ ഒരുപാട് പൊസിഷൻസിലൂടെ വിവിധ മേഖലകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് സാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എക്സ്പേർട്ട് എന്ന വാക്കിന്റെ മീനിങ് പൂർണ്ണമായി മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചിട്ടുള്ളത് എന്നത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ NSS ട്രെയിനിങ് കോളേജിലെ അധ്യാപകൻ കൂടിയായിരുന്നു എന്നത് ഞങ്ങളുടെ സന്തോഷം ഇരട്ടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
ഒരുപാട് തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്നും നമുക്ക് വേണ്ടി ഒരു സെക്ഷൻ എടുത്തു തരാമെന്നും നിറഞ്ഞ മനസ്സോടെ സമ്മതിച്ച സാറിന് NSS ട്രെയിനിങ് കോളേജിന്റെ പേരിലും എന്റെ പേരിലുമുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച നമ്മുടെ കോളേജിലെ IQAC കോർഡിനേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട സാജൻ മാഷിന് NSS ട്രെയിനിങ് കോളേജിന്റെ പേരിലും ഓരോ വിദ്യാർത്ഥികളുടെ പേരിലുമുള്ള നന്ദി വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന് ആശംസകൾ അറിയിച്ച സ്റ്റാഫ് സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ടുള്ള അഖിൽ സാറിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, B.Ed, M.Ed, PhD വിദ്യാർത്ഥികൾക്കും യൂട്യൂബിലൂടെയും 2 ലിങ്കുകളിലൂടെയുമായി ഈ ഒരു വെബിനാറിന് എത്തിച്ചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങൾ NSS ട്രെയിനിങ് കോളേജിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു പ്രോഗ്രാം ലക്ഷ്മി മിസ് പറഞ്ഞ പോലെ വളരെ ഒരു ചുരുക്ക സമയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ ഇതിന് ഒരുപാട് പേരുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റർ, ബ്രോഷർ തുടങ്ങിയ ഒരുപാട് സഹായങ്ങൾ ഒത്തിരി ക്ഷമയോടെയും ഒത്തിരി എഫേർട്ട് എടുത്തും ചെയ്തു തന്ന M.Ed ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് ഞാൻ എന്റെ പേരിലും NSS ട്രെയിനിങ് കോളേജിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആതിര. നമ്മുടെ ഇനാഗ്രൽ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, നമ്മുടെ മുഖ്യ അതിഥിക്കും നമ്മുടെ ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാം, ലക്ഷ്മി മാം. സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ, നമ്മളുടെ ഫസ്റ്റ് സെഷൻ SCRTയുടെ ഫംഗ്ഷൻസിനെ പറ്റി നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് ജയപ്രകാശ് സാറിനെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. സാറ് ഒന്ന് ബ്രീഫ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് സാറുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓവർ ടു യു സർ. താങ്ക് യു. വളരെ ചുരുക്കിയിട്ട് നമ്മൾ വളരെ സമയകൃത്യതയോട് കൂടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറയാം. അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ തീർക്കാം. പൊതുവായിട്ട് നമ്മുടെ ആളുകൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കേരളത്തിലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും 2 മന്ത്രിമാരാണ് ഉള്ളത്. ഒന്ന് പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ ഒരു മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വേറൊരു മന്ത്രി. പൊതുവിദ്യാഭ്യാസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാണ്. അതിന് തൊട്ട് താഴെ ആ വകുപ്പിന്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനാണ് ഉണ്ടാവുക. ആ IAS ഉദ്യോഗസ്ഥന്റെ കീഴിലാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള വേറൊരു IAS ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നത്. മുൻപുണ്ടായിരുന്ന ആ തസ്തികയുടെ പേര് യഥാർത്ഥത്തിൽ DPI എന്നായിരുന്നു. നമ്മളൊക്കെ B.Edന്റെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന അവസരത്തിൽ നമ്മൾ പറയുകയായിരുന്നു, പഴയകാലത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ഉപയോഗിച്ചിരുന്ന ചില പദങ്ങൾ നമ്മൾ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു, അല്ലെങ്കിൽ ഒരു വേർഡായിരുന്നു നമ്മുടെ DPI എന്നുള്ളത്. അത് തന്നെയാണ് കുറേ വർഷങ്ങൾ സ്വാതന്ത്ര്യാനന്തര നമ്മുടെ ഭാരതത്തിൽ കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദം അത് തന്നെയായിരുന്നു, ഒരു ടേം ആയിരുന്നു. ആ വ്യക്തിയെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്ന, അങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ആ ഒരു പേരിൽ ഒരു വ്യത്യാസമുണ്ടായത്. അതിനുള്ള കാരണം, അത് വേറൊരു റീസണും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ ഏകീകൃത രൂപത്തിലേക്ക് നമ്മുടെ എല്ലാ മേഖലകളെയും കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ, എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ
ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ഒരു ഡയറക്ടറും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേറൊരു ഡയറക്ടറും അങ്ങനെ വ്യത്യസ്തമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ വിവിധ വകുപ്പുകളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റ ഒരു ഡയറക്ടറേറ്റ് എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. അതിന് ഒരാൾ മാത്രമാണ് അതിനിപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ DP അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ജീവൻ ബാബു IAS. അദ്ദേഹമാണ് ഈ പറയുന്ന പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കേരളത്തിലെ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ DG എന്ന് പറയുന്ന ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന DG എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ഇതാണ് നമ്മുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ഹയറാർക്കി എന്ന് പറയുന്നത്. മിനിസ്റ്റർ തൊട്ട് താഴെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അത് ഏറ്റവും സീനിയർ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള മുഹമ്മദ് ഹരീഷ് IAS ആണ് ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതിന് തൊട്ട് താഴെ വേറൊരു IAS ഉദ്യോഗസ്ഥൻ. ഈ ഒരു ശ്രേണിയിലാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതിനെ ചലിപ്പിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള മറ്റ് ഏജൻസികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന SSC-ERT. വേറൊരു പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ട് നിൽക്കുന്നത് സമഗ്ര ശിക്ഷ കേരള എന്നുള്ളതാണ്. അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അത് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴത്തെ നിലയിൽ 2025-26 വരെ അതിൻ്റെ ദൈർഘ്യം, അത് ആ ഒരു പ്രൊജക്റ്റിന്റെ ദൈർഘ്യം ഉണ്ടാകും. അതുവരെ നീട്ടിയിട്ടുള്ള ഉത്തരവ് ഈയിടക്കാണ് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചത്. അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രീ പ്രൈമറി തലം മുതൽ നമ്മുടെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. പണ്ടുണ്ടായിരുന്ന SSA എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. സർവശിക്ഷാ അഭിയാൻ എന്നാണ് അതിനെ നമ്മൾ വിളിച്ചിരുന്നത്. ആ സർവശിക്ഷാ അഭിയാനും വേറൊന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ മാത്രമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ ആവിഷ്കരിച്ച വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പാണ് ഈ പറയുന്ന 2 പദ്ധതികളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് പ്രീ പ്രൈമറി തലം മുതൽ നമ്മുടെ 12ാം തലം വരെ അതിന് കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടും ധനസഹായം നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ല. 60% ഫണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുവദിക്കുന്നത്. 40% അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്നത്. അത് വിപുലമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസും വിപുലമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സും ഒക്കെയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നത്. കേരളത്തിലും അത് ഒരു ഏകദേശം നമ്മൾ പദ്ധതി സമർപ്പിക്കുന്നത് 1200, 1300, 1400 കോടിയുടെ പദ്ധതിയാണ് ഓരോ വർഷവും സമർപ്പിക്കുക. പക്ഷേ PAB കൂടിയിട്ട് അപ്രൈസൽ ബോർഡ് കൂടിയിട്ട് നമുക്ക് ചിലപ്പോൾ അനുവദിക്കുന്നത് 1000-ൽ താഴെയുള്ള കോടികളുടെ ഒരു പദ്ധതി മാത്രമായിരിക്കും. അങ്ങനെ ഓരോ വർഷവും ഇത്തരത്തിലുള്ള വലിയ തുകയുടെ ഒരു പദ്ധതിയാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഗുണമേന്മയും ഒക്കെ വർദ്ധിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പം കടക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒന്ന്. മൂന്നാമത്തെ ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ട്രെയിനിങ്, CMAT എന്ന് പറയുന്ന വേറൊരു സ്ഥാപനം പൊതുവിദ്യാഭ്യാസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ മാനേജ്മെന്റ്, ആ മേഖലയിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ തലത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു സ്ഥാപനം ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഇന്ത്യ രാജ്യത്തെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്ലാനിങ്, അതിന്റെ പോളിസി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ ബഡ്ജറ്റിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വരുന്ന, അല്ലെങ്കിൽ ആ പ്ലാനൊക്കെ നിർവഹിക്കുന്ന, പഠനങ്ങൾ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് NIPA എന്ന് പറയുന്നത്. അതേപോലെയുള്ള അതിന് ചുവട് പിടിച്ചിട്ട് സ്റ്റേറ്റ് തലത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് CMAT എന്ന് പറയുന്നത്. അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വേറൊരു സ്ഥാപനമാണ്. അതേപോലെ തന്നെ
നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്ഥാപനമാണ് SIET എന്നുള്ളത്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി. നമ്മുടെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ടെക്നോളജിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വേറൊരു സ്ഥാപനമാണ് SIET എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ സ്കോൾ കേരള എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിന്റെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്കോൾ കേരള എന്നുള്ള നമ്മുടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ വേറൊന്നാണ് KLSMA, കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി. അങ്ങനെ ഒരു സ്ഥാപനം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥാപനം കൂടി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ SCRT ആയാലും CMAT ആയാലും SIET ആയാലും സ്കോൾ കേരള ആയാലും അതുപോലെ തന്നെ SRC ആയാലും ലിറ്ററസി മിഷൻ അതോറിറ്റി ആയാലും ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ട് പ്രവർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് പൊതുവെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ ആമുഖമായിട്ട് നമ്മുടെ കുട്ടികളുടെ അറിവിലേക്ക് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം സൂചിപ്പിച്ചിട്ടുള്ളൂ. ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ ചുമതലകളുണ്ട്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി എന്ന് പറയുന്നത് പണ്ട് നമ്മളെ സാക്ഷരതാ സമിതി, സാക്ഷരതാ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആ ഒരു സമിതിയെ കുറച്ചും കൂടെ വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് മാറ്റി. ഇപ്പൊ നമ്മളൊരു സാക്ഷരതാ പ്രവർത്തനം എന്നുള്ള തരത്തിൽ സാക്ഷരതയെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ ഡെഫിനിഷൻ നൽകിക്കൊണ്ട് മറ്റു തലങ്ങളിലേക്ക് നമ്മളെ ലിറ്ററസിയെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആ സ്ഥാപനം നടത്തുന്നത്. അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് ഇപ്പോൾ നിർവഹിക്കാനുള്ളത്. ആ റോളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ആമുഖമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അത് സൂചിപ്പിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി സ്പെസിഫിക് ആയിട്ട് SCRTയുടെ ഫങ്ഷൻസിലേക്ക് പോകാം. SCRT എന്ന് പറയുന്ന സ്ഥാപനം NCERT നമുക്കറിയാം, ദേശീയ തലത്തിലുള്ള നമ്മുടെ എല്ലാ അക്കാദമിക നേതൃത്വങ്ങളും നിർവഹിക്കുന്നത് NCERTയിലൂടെയാണ്. അതിന്റെ സംസ്ഥാന തലത്തിൽ അതേ മാതൃകയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന SCERT. ഈ സ്ഥാപനം രൂപീകരിക്കുന്നത് 1994-ലാണ്. ഇതേ മാതൃകയിൽ വരുന്നത്. അതിന് മുമ്പ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പേരിലായിരുന്നു ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റിയിട്ടാണ് ഇന്നത്തെ നിലയിലുള്ള SCRT ആയിട്ട് മാറ്റുന്നത്. SCRT എന്ന് പറയുന്നത് ഒരു പക്ക സ്വയംഭരണ സ്ഥാപനമാണ്. ഇറ്റ്സ് എൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് ആക്ട് 1954. പഴയ കാലത്തുള്ള തിരുക്കൊച്ചി ധർമ്മ സാഹിത്യ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഈ പറയുന്ന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് നമ്മുടെ SCRT എന്ന് പറയുന്നത്. അതിന് സ്വയംഭരണ സ്വഭാവമുണ്ട്. സ്വയംഭരണ തലത്തിൽ എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്ന് പറയുന്നത് തന്നെ സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാം, നടപ്പിലാക്കാം എന്ന് പറയുന്ന ഒരു അക്കാഡമിക് സ്വാതന്ത്ര്യമുള്ള ഒരു സമിതിയാണിത്. ഈ സമിതിയെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ബോഡികളാണ്. അപ്പൊ നമ്മളെ സർവകലാശാലകളും അതിന്റെ ഭരണനിർവഹണത്തിൽ പണ്ട് പ്രധാനപ്പെട്ട ബോഡികളുണ്ട്. ഒന്ന് അതിന്റെ സെനറ്റാണ്, മറ്റൊന്ന് അതിന്റെ സിൻഡിക്കേറ്റാണ്. ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് സിൻഡിക്കേറ്റാണ്. അതൊരു നമ്മളെ ഈ മിനിസ്ട്രി പോലെയാണ്, മന്ത്രിസഭ പോലെയാണ്. സെനറ്റ് എന്ന് പറയുന്നത് അതിനൊരു നിയമസഭ പോലെയുള്ള ഒരു രൂപം. അങ്ങനെയുള്ള ഒരു റിപ്ലിക്ക പോലെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഭരണ സംവിധാനത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതേ മാതൃകയിൽ തന്നെയാണ് ഈ സ്വയംഭരണ സ്ഥാപനത്തിലും രണ്ട് പ്രധാനപ്പെട്ട ബോഡികളാണുള്ളത്. ഒന്ന് ഗവേണിംഗ് ബോഡി എന്നാണ് ഇത് പറയുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതൃകയിലുള്ള ഒരു ഗവേണിംഗ് ബോഡി. വേറെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെനറ്റിന് സമാനമായിട്ടുള്ള ഒരു ജനറൽ കൗൺസിൽ.
അപ്പൊ ഗവേണിംഗ് ബോഡിയിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ ഗവേണിംഗ് ബോഡിയിൽ. ആ ഗവേണിംഗ് ബോഡി കൂടിയിട്ടാണ് ദൈനംദിനമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്, അതിന് അനുമതി കൊടുക്കേണ്ടത് ഒക്കെ തീരുമാനിക്കുന്നത് ഈ ഗവേണിംഗ് ബോഡിയാണ്. സംസ്ഥാനത്ത് ആരാണോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഈ ഗവേണിംഗ് ബോഡിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരിക. അതിന്റെ വൈസ് ചെയർപേഴ്സൺ എപ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കും, അതൊരു IAS ഉദ്യോഗസ്ഥനായിരിക്കും. ഇങ്ങനെ എക്സ് ഒഫീഷ്യോ ആയിട്ട് തന്നെ ആളുകൾ ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുണ്ടാവും. അതിൽ ഒരാള് നമ്മുടെ DPI പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അതുപോലെ തന്നെ CMATന്റെ ഡയറക്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര ശിക്ഷയുടെ ഡയറക്ടർ ഉണ്ടാവും. ഇങ്ങനെയുള്ള എക്സ് ഒഫീഷ്യോ ആയിട്ട് ചില അംഗങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വരും. ഇതൊരു പവർഫുൾ ബോഡിയാണ് എന്ന് പറയാനുള്ള കാരണം സംസ്ഥാനത്തിന്റെ ആ വകുപ്പിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരു സമിതി എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. 2 മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായിരിക്കും. 2 നിയമസഭാ സാമാജികർ എന്ന് പറഞ്ഞാൽ നമ്മുടെ MLA മാർ നമ്മുടെ ഗവേണിംഗ് ബോഡിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ കൈകാര്യം ചെയ്യുന്ന പ്ലാനിംഗ് ബോർഡിന്റെ അംഗം അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഒരംഗം ഇതിലെ അംഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രതിനിധി, സെക്രട്ടറിയോ അവർ നിർദ്ദേശിക്കുന്ന അംഗമോ ഇതിൻ്റെ അംഗമാണ്. അതുപോലെ 2 അക്കാഡമിഷ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന 2 പേരുണ്ടാവും. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഘടന തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഗവേണിംഗ് ബോഡി 3 മാസത്തിൽ ഒരിക്കലെങ്കിലും യോഗം ചേരണമെന്ന് നിയമാവലി പ്രകാരമാണ് അങ്ങനെയുള്ളത്. വേണമെങ്കിൽ ഏത് സമയത്തും ചെയർമാന് വേണമെങ്കിൽ അർജൻസി ഉള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഗവേണിംഗ് ബോഡി വിളിച്ചു ചേർത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കും. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയാണ് SCRTയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള വേറൊരു ജനറൽ കൗൺസിലും കൂടി SCRTയുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ ജനറൽ കൗൺസിലും ഇതേപോലെയുള്ള ഈ ഗവേണിംഗ് ബോർഡിലെ അംഗങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആളുകൾ, സ്കൂളുകളിലെ അധ്യാപകർ, അതുപോലെ തന്നെ വളണ്ടറി ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾ, ഡയറ്റിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകൾ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് വിപുലമായിട്ടുള്ള കുറച്ചും കൂടെ വലിയ ഒരു സമിതിയാണ് നമ്മുടെ ജനറൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് വർഷത്തിൽ 1-2 തവണ മാത്രമേ കൂടേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഭരണ നിർവഹണം എന്ന് പറയുന്നത്. സർവകലാശാലകളിലൊക്കെയുള്ള രജിസ്ട്രാർമാർ എന്താണ് നിർവഹിക്കുന്നത്, ആ ഒരു നിർവഹണത്തിന്റെ സ്വഭാവമാണ് SCRTയുടെ ഡയറക്ടർ നിർവഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈനംദിനമായി സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഗവേണിംഗ് ബോഡിയും തീരുമാനിക്കുന്ന വിഷയങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ള, അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ള ഒരു ചുമതലയാണ് SCRT ഡയറക്ടറിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇതിന്റെ ഒരു ഗവേണിംഗ്, ഇതിന്റെ ഒരു ഭരണ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പറയാം. NCRTയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പ്രധാനമായിട്ടും SCRTയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്ന് നമ്മുടെ കരിക്കുലം സ്റ്റഡീസ്, കരിക്കുലമാണ്. 2ാമതൊന്ന് ടീച്ചർ എഡ്യൂക്കേഷനാണ്. 3ാമതൊന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ ടെക്നോളജിയാണ്. മറ്റൊന്ന് റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ്. വേറൊന്ന് ഡിവിഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന വകുപ്പാണ്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെയുണ്ട്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ 2 പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഏറ്റെടുക്കേണ്ടത്. ഒന്ന് നമ്മുടെ ട്രെയിനിങ് മേഖലയിലുള്ള പ്രവർത്തനം, മറ്റൊന്ന് ഗവേഷണ മേഖലയിലുള്ള പ്രവർത്തനം. അപ്പോൾ എന്താണ് ഏറ്റവും വളരെ വളരെ പ്രധാനത്തോടു കൂടി SCRT ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചാൽ കരിക്കുലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അവസാനം ഒരു കരിക്കുലം റിവിഷൻ നടന്നത് NCF 2005 ഭാഗമായി 2007 KCF
വരുന്നത്. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വരുന്നത് 2007-ലാണ്. അതിന്റെ ഭാഗമായി 2011 മുതലായിരിക്കും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 11 മുതലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ പൂർണ്ണമായും പരിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് 2013 വേറൊരു മിനി റിവിഷൻ കേരളത്തിൽ നടക്കുകയുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ അവസാനമായി നമ്മുടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം സംഭവിച്ചത് 2013-ലാണ്. 2007-ൽ നടന്നു. അതിന് ചില ഭേദഗതികളിലൂടെ 2013-ൽ ചില മിനി മാറ്റങ്ങളൊക്കെ, ചിന്ന മാറ്റങ്ങളൊക്കെ വരുത്തി. ആ 2013-ൽ നമ്മൾ അന്ന് അംഗീകരിച്ചിട്ടുള്ള ആ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണ രൂപവും ടെക്സ്റ്റ് ബുക്കുകളുമാണ് 2022-ലും കേരളത്തിലും. ഇപ്പോഴും ചില അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ എല്ലാ വർഷവും നടത്താറുണ്ട് എന്ന് ചോദിച്ചാൽ, ആ രീതിശാസ്ത്രവും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ സ്വീകരിക്കുന്ന നയവും അതിൻ്റെ സമീപനവും അതിൻ്റെ രീതിശാസ്ത്രവും നമ്മുടെ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അതേപോലെ ഇപ്പോഴും നമ്മൾ പിന്തുടരുകയാണ്. അപ്പോൾ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ കരിക്കുലം മേഖലയിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ദീർഘദൂരം അല്ലെങ്കിൽ ദീർഘസമയം തന്നെ ഈ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ, സംഘടനകൾ ചർച്ച ചെയ്ത പോലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ഒരു നാഷണൽ പോളിസി വന്നിരിക്കുകയാണ്. 2020 NEP 2020 എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിൻ്റെ നിർദ്ദേശങ്ങൾ ദേശീയ തലത്തിൽ തന്നെ നടപ്പിലാക്കാനും ആരംഭിച്ചിരിക്കുന്നു. ആ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉത്തരവിലൂടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം ഏറ്റെടുക്കുവാനുള്ള ചുമതല SCRT ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ തലത്തിൽ ആ ഒരു NEP-യുടെ ഭാഗമായി വന്നിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം വളരെ വേഗത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിലാണ് NCERT-യുടെ നേതൃത്വത്തിൽ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അതുമാതിരി ഇവിടെയും ആ പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമായിട്ടും ആ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് പരിഷ്കരിച്ച് വരുന്നത് എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയാം. ആദ്യമായി സംഭവിക്കുന്നത് പാഠ്യപദ്ധതിയുടെ ഒരു പൊതു ചട്ടക്കൂടാണ് രൂപീകരിക്കുക. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2005-ൽ ദേശീയ തലത്തിൽ ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരിച്ചത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എന്നാണ് അതിന് പറയുന്നത്. അതേ മാതൃകയിൽ ഒരു ചട്ടക്കൂടിലേക്കാണ് കേരളവും പോയത്. എന്ന് പറഞ്ഞാൽ അത് ആ ചട്ടക്കൂടിനകത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം നടത്താം എന്നുള്ള ഒരു ആശയമാണ് അതിലൂടെ മുന്നോട്ട് വെച്ചത്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങളുടെ പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂടിലേക്ക് പോയിക്കോളൂ എന്നാണ്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കേന്ദ്രം ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപീകരിക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പോ അതിന്റെ ചർച്ചകൾ നടക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണത്തിൽ ആദ്യം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി ചട്ടക്കൂടിലേക്ക് പോവുകയാണ്. ഈ ചട്ടക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു ഫ്രെയിംവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക? അതിനു വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ തന്നെ NCERT-യുടെ നേതൃത്വത്തിൽ 25 ഫോക്കസ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. 25 ഫോക്കസ് ഗ്രൂപ്പുകൾ അവർ രൂപീകരിച്ചു. ആ ഫോക്കസ് ഗ്രൂപ്പുകൾ ഏതൊക്കെ ഏരിയയിലാണ് എന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം കരിക്കുലം ആൻഡ് പെഡഗോഗി എങ്ങനെയായിരിക്കണം, അതിന്റെ ഫിലോസഫി ആൻഡ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ മാത്തമാറ്റിക്സിലുള്ള നമ്മുടെ നയം എങ്ങനെയായിരിക്കണം, നമ്മുടെ സയൻസിൽ നമ്മൾ എന്ത് നയമാണ് ഇനി സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്, എന്ത് നയമാണ് സോഷ്യൽ സയൻസിൽ ഉണ്ടാവേണ്ടത്, എന്താണ് എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ സംഭവിക്കേണ്ടത്, എന്താണ് വാല്യൂ എഡ്യൂക്കേഷനിൽ സംഭവിക്കേണ്ടത്, എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് നല്ല ടെക്സ്റ്റൽ മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ അഡൽട്ട് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ
വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ 25 ഫോക്കസ് ഗ്രൂപ്പുകൾ ആ ഫോക്കസ് ഗ്രൂപ്പുകളെ തീരുമാനിച്ചുകൊണ്ട് ആ ഫോക്കസ് ഗ്രൂപ്പുകളാണ് അതിന്റെ ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. ഇതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ ചട്ടക്കൂടിലേക്ക് പോവുക. ഇതേ മാതൃകയിലാണ് നമ്മുടെ സംസ്ഥാനത്തും ഈ പറയുന്ന പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആരോ നേരത്തെ ഒരു കൈവൊക്കിയല്ലോ, എന്താണ് സംഭവം? സാറ അറിയാതെ ആണോ ഹാൻഡ് റേസ് ആയത്? അറിയാതെ ആയതാവും സർ. ഓക്കെ. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതി, അതാണ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചത്. ഒരു കരിക്കുലം റിവിഷൻ, പാഠ്യപദ്ധതി രൂപീകരണത്തിന്റെ അതിന്റെ ചാമ്പ്യൻ ആവുക, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുക. നമ്മളാണ് പറയുന്നത് ഈ പാഠ്യപദ്ധതിയാണോ, ഇങ്ങനെയാണ് നമ്മളിനി അടുത്ത 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയാനുള്ള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന അക്കാദമിക ബോഡിയാണ് Ncrt എന്ന് പറയുന്നത്. എല്ലാ അക്കാദമിക് മേഖലയിലും സംഭവിക്കുന്ന പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ഏത് അക്കാദമികമായിട്ട് സംഭവിക്കുന്ന ഉയർന്നു വരുന്ന സംശയങ്ങൾക്കും മറുപടി പറയേണ്ട ഒരു സ്ഥാപനമാണ് Ncrt എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതിയുടെ കരിക്കുലം മുതൽ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷൻ മുതൽ ക്ലാസ് റൂമിൽ എടുക്കേണ്ട നമ്മുടെ നയസമീപനം എന്താണ്, നമ്മുടെ അപ്രോച്ച് എന്താണ് എന്നുള്ളത് തുടങ്ങി നമ്മുടെ ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്ന, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അവ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഇവാലുവേഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കൊടുക്കേണ്ട ഒന്നാവും. അപ്പോൾ ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ Ncrtക്ക് ഏറ്റെടുക്കാനുള്ളത് കരിക്കുലവുമായി ബന്ധപ്പെട്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാനത്തെ പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഈ പറയുന്ന കരിക്കുലം റിവിഷന്റെ അവസാനത്തെ പ്രൊഡക്റ്റ് ആണ് ടെക്സ്റ്റ് ബുക്കായിട്ട് കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പൊ എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുണ്ട്. 563 ടൈറ്റിലുകൾ, 563 ടൈറ്റിലുകളായിട്ടുള്ള പുസ്തകങ്ങൾ Ncrt പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടീഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. എല്ലാ കരിക്കുലം റിവിഷന്റെ ഭാഗമായിട്ടും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാലത്തെ ഓർമ്മയുണ്ടാവുമല്ലോ. ഈ വർഷം 1ാം ക്ലാസ്സിലെ പരിഷ്കരിക്കും, 3ലെ ടെക്സ്റ്റ് ബുക്ക് വരും, 5ലേത് വരും, അങ്ങനെ 7ലേത് വരും, അങ്ങനെയൊക്കെയാണ് വരിക. അല്ലെങ്കിൽ ആദ്യം 1 മുതൽ 5 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പുറത്തിറക്കും. ഇങ്ങനെ ഉള്ള ഒരു നയ സമീപനമാണ് Ncrt സ്വീകരിക്കുക. അത് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ അതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള, അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട മറ്റ് ഏജൻസികൾ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒന്ന് ഗവേഷണം, നമ്മുടെ റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നമ്മളെ കുട്ടികൾക്ക്, നമ്മുടെ എമ്മഡ് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു പരിഷ്കരണത്തിലേക്ക് പോകുമ്പോഴും ആ പരിഷ്കരണത്തെ സഹായിക്കുന്നതിനു വേണ്ടി അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ഗവേഷണത്തിന്റെ ഔട്ട്പുട്ടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പരിഷ്കരണം നടത്തുന്നത്? ഇതാ നമ്മുടെ കയ്യിൽ ഇന്ന് അടിസ്ഥാനപരമായി ഇന്ന് വിവരങ്ങളുണ്ട്. ഈ വിവരം ലഭിച്ചത് ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവാലുവേഷൻ സ്ട്രക്ചർ പരിഷ്കരിക്കാൻ വേണ്ടി പോകുന്നു. അല്ലാതെ നമുക്ക് വളരെ ഉപരിപ്ലവമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഗവേഷണം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും Ncrtയുടെ ഫണ്ടിന്റെ വലിയൊരു ശതമാനം ഉപയോഗപ്പെടുത്തുന്നത് ഗവേഷണം. നമ്മൾ നേരത്തെ സാജമാഷ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, ആ ഗവേഷണത്തിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന അക്കാദമിക പ്രവർത്തനങ്ങളെ മോൾഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അതേപോലെ വേറൊന്നാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി. നമുക്കറിയാം എന്താണ് ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർവഹിക്കുക എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. പ്രധാനമായിട്ടും നമുക്കറിയാവുന്നത് ഒന്ന് ഇൻ സർവീസ് എഡ്യൂക്കേഷനും പ്രീ സർവീസ് എഡ്യൂക്കേഷനും. അത് ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് പറയാൻ പറ്റും അത് ഇൻ സർവീസാണ്, അല്ലേ? ഇൻ സർവീസിനാണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷനും പ്രാധാന്യം കൊടുക്കാൻ പറ്റും. പ്രീ സർവീസ് മേഖലയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി
SCRTയുടെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു റിപ്ലിക്ക എന്നുള്ള രീതിയിൽ സമാന സ്വഭാവത്തിൽ ജില്ലാതലങ്ങളിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സംഘടന, ഒരു സ്ഥാപനമാണ് ഡയറ്റ് എന്നുള്ളത്. ഡയറ്റില് ഇൻ സർവീസും ഉണ്ട്, പ്രീ സർവീസും ഉണ്ട്. അവർ അവരുടെ DLEDന്റെ കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ജോലി ഈ പ്രീ സർവീസ് മേഖലയിൽ എന്ന് ചോദിച്ചാൽ, നമ്മുടെ സർവകലാശാലകളിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ജോലി എന്താണോ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്, അതിന് അക്കാദമിക നേതൃത്വം കൊടുക്കുന്നത് SCRT ആണ്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് DLEDന്റെ സിലബസിന്റെ കരിക്കുലം പരിഷ്കരണം എന്നുള്ളത്. കരിക്കുലം പരിഷ്കരണം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാ അക്കാദമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ക്രോഡീകരിക്കുന്ന ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു സ്ഥാപനം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റുമായി സഹകരിച്ചുകൊണ്ട് അക്കാദമികമായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥാപനം SCRT. അവരുടെ പാഠപുസ്തകം അടക്കം നമ്മൾ ഇവിടുന്ന് പ്രിന്റ് ചെയ്തിട്ട് അതായത് PTIകളിലേക്കും അതുപോലെ ഡയറ്റുകളിലേക്കും ഇപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഒരു 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 സമീപനം നമ്മൾ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിൽ നടത്തുന്നു. ഇൻ സർവീസ് മേഖലയിലാണ് നിരന്തരമായിട്ടുള്ള ഒരു വർക്ക് വളർന്നു വരുന്നത്. അത് അതിന്റെ ജില്ലാതലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നത് ഡയറ്റുകളാണ് എങ്കിലും SRG തലത്തിൽ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്നുള്ള തലത്തിൽ ആ അധ്യാപകരെ പരിശീലിപ്പിക്കുന്നത് അപ്പോൾ SCRTയിലാണ്. അവരാണ് താഴെത്തട്ടിലേക്ക് പോയി അതിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയുമായിട്ട് നമ്മൾ നടത്തുന്നു. എഡ്യൂക്കേഷൻ ടെക്നോളജി മേഖലയിലുള്ള ഗവേഷണങ്ങളാണ് കൂടുതലും നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യാധുനികമായ ഒരു സജ്ജീകരണത്തോട് കൂടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ലാബ് ഇപ്പോൾ ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ വിക്ടേഴ്സ് ചാനലിനെ നിയന്ത്രിക്കുക, അതിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുക, അതിനെ സപ്ലൈ ചെയ്യുക, സ്കൂളുകളിലുള്ള ഈ എഡ്യൂക്കേഷണൽ ടെക്നോളജി ലാബുകളെയും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളിലുള്ള ടെക്നോളജിയുടെ ഉപകരണങ്ങളും സപ്ലൈ ചെയ്യുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൈറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിക്ടേഴ്സ് ചാനലും ഒക്കെ അവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. പരീക്ഷ സംബന്ധിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നടത്തുന്നത് നമ്മുടെ SCRT ആണ്. അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിനേഷന്റെ അതിന്റെ അക്കാഡമികമായിട്ടുള്ള അതിനുള്ള നേതൃത്വം കൊടുക്കുന്നതും SCRT തന്നെയാണ്. അതിന്റെ പരീക്ഷ ഭവനുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതിന്റെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനും ഒക്കെ നമ്മളെ മേഖലയിലാണ് നടക്കുന്നത്. അപ്പോ എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ മാൻ പവർ ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് മാൻ പവർ ആയിട്ടുള്ളത് നമ്മുടെ കോളേജുകളിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരെ പോലെ തന്നെ ഇവിടെ 30ഓളം അസിസ്റ്റന്റ് പ്രൊഫസർമാർ, അത് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് റിസർച്ച് ഓഫീസർ എന്നുള്ള ഒരു തസ്തികയാണ്. അങ്ങനെ നമ്മളതിനെ മാറി മാറി നമ്മൾ വിളിക്കാറുണ്ട്. റിസർച്ച് ഓഫീസർ എന്നും വിളിക്കും, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നും വിളിക്കും. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഓരോ വിഷയത്തിലും ഓരോ റിസർച്ച് ഓഫീസർമാരുണ്ടാകും. അവരാണ് ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മാൻ പവർ. അതുകൂടാതെ നമുക്ക് എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അവരും ഒരുപാട് വർക്ക് ചെയ്യുന്നു. ഒരു 100-125 താഴെയുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആണ് SCRTയുടെ ഈ ഓഫീസ് സമുച്ചയത്തിന്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂജപ്പുരയിലാണ് SCRT പ്രവർത്തിക്കുന്നത്. പൂജപ്പുരയിലുള്ള നമ്മുടെ സ്ഥാപനം, ആ സ്ഥാപനത്തിൽ 4 കോൺഫറൻസ് ഹാളുകൾ ഉൾപ്പെടെ എഡ്യൂക്കേഷൻ ടെക്നോളജി ലാബ് ഉൾപ്പെടെ ഒരു സൈക്കോളജി ലാബ് ഉൾപ്പെടെ
100ഓളം അധ്യാപകർക്ക് താമസിക്കാനുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള ഒരു സമുച്ചയമാണ്. ആ സമുച്ചയത്തിലാണ് നമ്മുടെ ഈ അക്കാദമിക പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആർഒമാർക്ക് കൂടാതെ നമുക്ക് JRF ഹോൾഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റിസർച്ച് അസോസിയേറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പുതുതായിട്ട് നമ്മുടെ ഇന്റേൺഷിപ്പ് ഭാഗമായിട്ടുള്ള നമ്മുടെ MD കുട്ടികളെയും കൂടി ഇതിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ഒരു ശ്രമം നടക്കുന്നുണ്ട്. സാർക്ക് അവിടെ ഒരു തിരക്ക് വന്നതുകൊണ്ടാണ് ഇപ്പൊ തന്നെ സാറ് തിരിച്ചു നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ഒരു പ്രധാനപ്പെട്ട ഫോൺ കോൾ വന്നപ്പോൾ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ഏകദേശ രൂപം നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. താങ്ക് യു വെരി മച്ച് സർ. നമുക്ക് ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വരിക, ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ഫ്രീ ആയി ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ സർ. നമസ്കാരം സാർ. സാർ ആദ്യം തന്നെ വലിയൊരു താങ്ക്സ്. കാരണം സാറ് ഇത്രയും തിരക്കിന്റെ ഇടയിലും ഞങ്ങൾക്ക് ഈ ഒരു സെഷൻ തന്നു. വളരെ നല്ല രീതിയിൽ തന്നെ, വളരെ എന്താ പറയാ, നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലൊരു ടോക്ക് തന്നു. അതിന് ഏറ്റവും നന്ദി അറിയിക്കുന്നു. സാറിന്റെ ക്ലാസ് ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ടോക്കിലൂടെ ആ ഒരു വിഷമം കുറെയൊക്കെ മാറി കിട്ടി. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. പുതിയ തലമുറകളിലൂടെ ആ ഒരു പുരോഗമനമായാലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങളും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. അപ്പോ സാറ് പറഞ്ഞു ഈ ഒരു SCRT അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാഠ്യപദ്ധതിയിലുള്ള പരിഷ്കരണങ്ങൾ വരുത്തുന്നതിലും എല്ലാം ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളൊക്കെ വരുത്തുന്ന സമയത്ത് അവിടെ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഗവൺമെന്റിന്റെ ഇടപെടൽ വരുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലൂടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യമായാലും ശരി, അതിലെ കണ്ടന്റ് ആയാലും, അത് ട്രാൻസാക്ട് ചെയ്യുന്ന മോഡായാലും, ഇതിലൊക്കെ ഗവൺമെന്റിന്റെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൂടി അവര് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണവശങ്ങൾ എന്തെല്ലാം, ദോഷവശങ്ങൾ എന്തെല്ലാം? യെസ്, ബീന ചോദിച്ചത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യ രാജ്യം മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ അക്കാദമികമായിട്ടുള്ള ഒരു ഫ്രീഡം ലഭിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആർക്കും വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി രേഖപ്പെടുത്താം. വലിയ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിലെ സർവകലാശാലകളിലോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ കമ്പയർ ചെയ്യുമ്പോൾ ദേശീയ സ്ഥാപനങ്ങളിൽ ഇന്ന് പ്രവർത്തിയെടുക്കുന്ന ആളുകൾക്ക് അത്രമാത്രം ഒരു സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചാൽ മതി. ഞാനതിന് ഉണ്ട് എന്നോ ഇല്ല എന്നോ ഒരു മറുപടി പറയാൻ പോകുന്നില്ല. പക്ഷേ കേരളത്തിൽ കുറച്ചും കൂടെ സ്വാതന്ത്ര്യം, നമുക്ക് അക്കാദമികമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിൽ ഇതിന് മുൻപ് നടന്നിട്ടുള്ള ഒരു നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിക്കുലം റീവാമ്പിങ് ആ നടന്ന സമയത്തും
വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് പിന്നെ ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്തു. ഈ വർഷങ്ങളിലും ഇനി വരുന്ന വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അക്കാദമിക സ്വയം സ്വാതന്ത്ര്യമുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കരിക്കുലം റിവിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പേപ്പർ രൂപപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പേപ്പർ രൂപപ്പെട്ട്, ആ ഒരു കോൺസെപ്റ്റ് നോട്ടിന്റെ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലുള്ള ആളുകളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് മാത്രമാണ് കരിക്കുലം ഫ്രെയിംവർക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതില് പക്ഷങ്ങളോ കക്ഷി രാഷ്ട്രീയങ്ങളോ ഒന്നും അവിടെ പ്രശ്നമല്ല. പ്രധാനമായും നമ്മൾ കേൾക്കേണ്ട ശബ്ദം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം താഴെത്തട്ടിൽ നമ്മുടെ പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ, രക്ഷിതാക്കളുടെ, പാരൻസിന്റെ, അവരൊക്കെ എന്താണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്തു തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ലഭിക്കേണ്ടത്, നാളെ എന്താവണം, അല്ലെങ്കിൽ നാളത്തെ ജോലി സാധ്യതകളെ കുറിച്ച് അങ്ങനെയുള്ള ചില ധാരണകളൊക്കെയുള്ള രക്ഷിതാക്കൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു സംഘം എന്നുള്ള നിലയിൽ PTA അടക്കമുള്ള, മദർ PTA അടക്കമുള്ള ആളുകളുമായി സംവദിച്ചതിന് ശേഷം മാത്രമാണ് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിലേക്ക് പോകാൻ കേരളം എന്തായാലും ഉദ്ദേശിക്കുന്നത്. അത് പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് നോട്ടേ ആയിരിക്കില്ല. അങ്ങനെ ഒരു സംശയാർക്കും വേണ്ട. നമ്മൾ ചില ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ. ബീന ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ വേറൊരു തരത്തിൽ പറയാം. എന്തുകൊണ്ടാണ് ഏറ്റവും വിദ്യാസമ്പന്നരായി നമ്മൾ കരുതുന്ന കേരളത്തിൽ പോലും അക്രമങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ പെരുകുന്നത്? വിദ്യാഭ്യാസം നേടിയ വ്യക്തി അതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു ചോദ്യമാണ്. നമ്മൾ അതിനകത്ത് പക്ഷം പിടിക്കുന്നില്ല. നാളെയിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ തൊഴിലാണ്, എന്തൊക്കെ സ്കില്ലാണ് കുട്ടി ആർജിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊരു ചോദ്യമാണ്. നമുക്കൊരു പക്ഷമില്ല അതിൻ്റെ അകത്ത്. പക്ഷമുള്ള ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. അതെന്താണ്? നമുക്കൊരു പക്ഷം മാത്രമേ ഉള്ളൂ. അതെന്താണ്? നമുക്ക് തൊഴിലധിഷ്ഠിതമാകണം എന്നുള്ളൊരു പക്ഷം മാത്രമേ ഉള്ളൂ. അതിന് വ്യത്യസ്തങ്ങളായ അഭിപ്രായം ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തൊഴിൽ നേടാൻ വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ ഇനിയും കുറെ കാലം പറഞ്ഞു നിൽക്കുന്ന ആളുകൾ കുറവായിരിക്കും. ഈ പക്ഷമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇനിയും കുറെ കാലം നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പൊ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഇക്കോണമികളെ, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയിട്ടല്ലേ മുന്നോട്ട് പോകാൻ കഴിയും. അതിന് വിദ്യാഭ്യാസത്തിന് വഹിക്കാൻ പറ്റുന്ന പങ്കെന്താണ്? അതുപോലെ നമ്മുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അത് ഏത് രീതിയിലാവണം? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ആളുകളുമായിട്ട് സംവദിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കാൻ പോകുന്ന നയസംഹിത. ഇനി ഇതിനെ ചോദിച്ചിട്ടുള്ള ഒരു കാതലായ ഭാഗത്തിന്റെ മറുപടി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പൊ ആ ജനായത്തമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ആ ജനാധിപത്യ ക്രമത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ ക്രമത്തെയും കൂടെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടന നമ്മളെ നയിക്കുന്ന ഒരു രാജ്യത്ത്, ആ ഭരണഘടനക്കുള്ളിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആ പാർട്ടികളാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള, അതിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ഭരിക്കുന്ന ഭരണകൂടത്തിനും ഉണ്ട് എന്നുള്ളത് നമ്മളും കൂടെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇതൊരു പാർട്ടിസാൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷപാതപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് കാണേണ്ടതില്ല. പക്ഷെ അവർ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അവരുടെ പാർലമെന്റിൽ, നമ്മുടെ നിയമസഭകളിലും ഒക്കെ ചർച്ചയ്ക്ക് വിധേയമാകും. അവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങൾ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മൾ വില കൊടുക്കേണ്ട അഭിപ്രായങ്ങൾ തന്നെയാണ്. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്.
ഓക്കെ സർ, താങ്ക് യു. എന്തോ രണ്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് വന്നിട്ടുണ്ടല്ലോ. ചാറ്റ് ബോക്സിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CGMS ചോദിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് SCRT ഒന്നുകൂടി പറയാമോ എന്നുള്ളത്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. 2 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. 3 ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ ആണ്. വേറൊന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. വേറൊന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. 3 ഡിപ്പാർട്ട്മെന്റുകളാണ് പൊതുവായിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷൻ എന്നുള്ളതിൽ ഇവാലുവേഷൻ ആ ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം നവ്യാണ്. നവ്യക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? നവ്യ, ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്റഗ്രേറ്റഡ് BEdന്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. BEd MAd ഒക്കെ ഇപ്പോൾ പല ഏജൻസികൾ കേരളത്തിന് പുറത്ത് വിവിധ യൂണിവേഴ്സിറ്റികളുമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു വാല്യൂ എങ്ങനെയായിരിക്കും? 2 ചോദ്യങ്ങളാണ് നവ്യ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള കുട്ടികളാണ്, അധ്യാപകരാണ്. അതുകൊണ്ട് അതിന്റെ എങ്ങനെയാണ് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എങ്കിലും പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രൂപം കൊണ്ടിട്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള ഏജൻസിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ടീച്ചർ എഡ്യൂക്കേഷൻ സംവിധാനത്തെയും നിയന്ത്രിക്കുന്നത്. അത് DLEd മുതൽ നമ്മുടെ BEd മുതൽ MAd മുതൽ അതിന്റെ ക്വാളിറ്റിയും ആ കാര്യങ്ങളും അതിന്റെ സ്റ്റാൻഡേർഡും നിശ്ചയിക്കുന്നത്, ഓപ്പറേഷണൽ ആസ്പെക്ട് മുതൽ മുഴുവൻ നിശ്ചയിക്കുന്നത് നമ്മുടെ NCT എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇപ്പം പുറത്തു വന്നിട്ടുള്ള നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു മേഖല നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയാണ്. അതില് പൂർണ്ണമായിട്ടും ഒരു പ്രൊഫഷണൽ ലുക്കോട് കൂടി ടീച്ചർ എഡ്യൂക്കേഷൻ മറ്റ് മേഖലകളെ പോലെ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ തുടങ്ങിയ മേഖലകളിലെ പോലെ ഒരു പ്രൊഫഷണൽ ലുക്കോട് കൂടി തന്നെ ഇതിനെ മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ തന്നെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപപ്പെടുമെന്നും ഇനി അങ്ങോട്ട് 2030 മുതൽ അങ്ങോട്ട് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നും പറയുന്നത്. പക്ഷെ അതേസമയം നിലവിലുള്ള 2 വർഷ അല്ലെങ്കിൽ ഈ പറയുന്ന PG കഴിഞ്ഞ കുട്ടികൾക്ക് 1 വർഷത്തേക്കുള്ള BEd കോഴ്സ് തുടരാമെന്നുള്ള ഒരു നിർദ്ദേശവും പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം മുന്നോട്ടേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ പണ്ട് കാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന 10+2+3 എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ പഠിച്ചു വന്നവർക്ക് മാത്രമാണ് ജോലി നേടാൻ കഴിയുക എന്നുള്ള ഒരു ക്ലോസ് നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. പല ആപ്ലിക്കേഷനൊക്കെ പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ 10+2+3 പാറ്റേണിൽ വന്നതാണോ എന്ന് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുള്ള 5+3+3+4 എന്നുള്ള പാറ്റേണിലാണോ നിങ്ങൾ പഠിച്ചു വന്നത്, അതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു ക്ലോസ് ആക്കി ഭാവിയിലേക്ക് മാറ്റുകയാണ് എങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ BEd പഠിച്ചതാണോ എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ക്ലോസിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യാൻ നിർബന്ധിക്കപ്പെടും എന്നുള്ളതാണ്. അതില് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സ്റ്റാൻഡ് ലോൺ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. അത് ചില കോളേജുകളെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഫറൂഖ് ട്രെയിനിങ് കോളേജിനെ കോമ്പോസിറ്റ് കോളേജിലേക്ക് മാറ്റാൻ യാതൊരു പ്രയാസമില്ല. കാരണം അവർ ഒരു കോമ്പൗണ്ടിൽ അടുത്തടുത്ത് നിൽക്കുന്ന ഏകോദര സഹോദരങ്ങളെ പോലെയുള്ള ഒരു കോളേജാണ്. അതേപോലെ തന്നെ നമുക്ക് പന്തളം NSS ട്രെയിനിങ് കോളേജിൽ ആ ഒരു പ്രയാസം ഉണ്ടാവില്ല. മാറി വായനസിൽ ആ പ്രയാസം ഉണ്ടാവില്ല. മാർത്തിയോഫിലീസും അതും ഒരു കോമ്പൗണ്ടിൽ നിൽക്കുന്ന കോളേജാണ്. പക്ഷെ നമ്മളെ കോളേജിനെ സംബന്ധിച്ച് കുറച്ച് അകലത്തിലാണ് നമ്മൾ മറ്റേ കോളേജ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കോമ്പോസിറ്റിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് ഒരു ചോദ്യം അക്കാഡമിഷ്യൻസിന്റെ ഇടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ
എങ്ങനെയാണ് ഈ കോമ്പോസിറ്റ് കോളേജ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റഗ്രേഷൻ നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് സ്കൂളുകളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടല്ലേ നമ്മളെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമൊക്കെ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ കാണുന്ന അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നയം ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 10,000-ലധികം ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ നമ്മൾ അടച്ചുപൂട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു നയ സമീപനമാണ് NEP 2020യുടെ ഭാഗമായി ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തോടു കൂടി ഇന്ത്യയിലുള്ള 50 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് ഇന്റഗ്രേറ്റഡ് കോഴ്സ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. എന്തായാലും അടുത്ത അധ്യയന വർഷം ഇത് തുടങ്ങുമെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ ഒരു പ്രിഫറൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾക്ക് 4 വർഷം ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം പോവാം, വേണമെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം ഓപ്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു വിശ്വാസ്യത തോന്നുന്നത് ഇനി മുതൽ 4 വർഷമാണ് അംഗീകരിക്കപ്പെടുക എന്ന് തോന്നുന്നു. കുട്ടികളെല്ലാം ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഇവിടെ കാലി ബെഞ്ചുകളായിട്ട് മാറും. അപ്പോൾ ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് പോകാനായിരിക്കും കേരളം ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റെ തോന്നൽ. രശ്മി മനോജ്. രശ്മി റൈസ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറിന്റെ ക്ലാസ് ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പക്ഷേ ധന്യ ടീച്ചറുടെ സ്റ്റുഡന്റ് ആയിരുന്നു, ഞാനും ബ്രദറും. ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ സർ, എനിക്ക് ചോദിക്കാനുള്ളത് ഫോക്കസ് ഏരിയയെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഫോക്കസ് ഏരിയ വന്നതിന് അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സ്റ്റുഡൻസിന്റെ ഇടയിലായാലും അതെ, ടീച്ചേഴ്സിന്റെ ഇടയിലായാലും അതെ. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്മാച്ച് വരുന്നത്? അതിനെ കുറിച്ചിട്ടാണ് എനിക്ക് അറിയേണ്ടത്. ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഒരു മിസ്മാച്ചിന്റെ ഒരു പ്രശ്നം അതിലില്ല. അത് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, വ്യത്യസ്ത പരീക്ഷാ ബോർഡുകൾ, വ്യത്യസ്ത നയ സമീപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഇപ്പോ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതുപോലെ ICSE എന്ന് പറയുന്ന പരീക്ഷാ ബോർഡുകളൊക്കെ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള അവർ പരീക്ഷ നടത്തിയിട്ടില്ല. അവരൊരു 12, 11, 10 ക്ലാസ്സുകളിലുള്ള മാർക്കിനെ ഒരു പ്രത്യേക അനുപാതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുക ചെയ്തു. എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സിൽ 40%, 11ാം ക്ലാസ്സിൽ 30%, 10ാം ക്ലാസ്സിൽ 30%, ഇതിനെ എടുത്തുകൊണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിക്കൊണ്ട് കുട്ടികളുടെ പരീക്ഷ നിർണ്ണയിക്കുകയാണ്. അതിന് സുപ്രീം കോടതി അനുമതി കൊടുക്കുകയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അയൽ സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ പ്രത്യേകമായിട്ടുള്ള പരീക്ഷയിലേക്ക് പോയിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്ത് പരീക്ഷ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം റിസൾട്ട് വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 40% ഒരു ഫോക്കസ് ഏരിയയായി നിർണ്ണയിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ മൊത്തം പാഠഭാഗത്തിന്റെ 40%-ൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ 80 മാർക്കിന്റെ ഒരു ചോദ്യ പേപ്പർ ആണെങ്കിൽ 160 മാർക്കിന്റെ ചോദ്യം ചോദിക്കുക. അതിൽ നിന്നും ഏറ്റവും മികച്ച എവിടെ നിന്നും കുട്ടികൾക്ക് എഴുതാം. അതിനകത്ത് മികച്ച ഉത്തരങ്ങൾ വാല്യൂ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആനുകൂല്യം കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പൊ നമ്മൾ എടുത്തെടുക്കുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട്, ഓൺലൈനുമായി ബന്ധപ്പെട്ട്, അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ട എക്സ്പോഷർ കുറച്ചും കൂടെ കൂടുതൽ കിട്ടി എന്നുള്ളതിന്റെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഫോക്കസ് ഏരിയ കുറച്ചും കൂടെ കൂട്ടി 60% നിശ്ചയിക്കുകയും അതിൽ നിന്ന് 70% ക്വസ്റ്റ്യൻ മാത്രമേ വരൂ എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ബാക്കി 30% അതിന്റെ വെളിയിൽ നിന്നാണ് വരിക. അതിന് അക്കാദമികമായിട്ട് ഒറ്റൊരു ന്യായീകരണം മാത്രമേ നമുക്കുള്ളൂ. കാരണം 60% നിശ്ചയിച്ചു കഴിഞ്ഞാൽ 60%-ൽ നിന്നാണ് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61-ലേക്ക് ഒരു കുട്ടി പോകാൻ വേണ്ടി പോകുന്നില്ല. 61-ലേക്ക് പോകില്ല. 60.5 പാഠഭാഗങ്ങളിലേക്ക് ഒരു കുട്ടി കടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നമ്മളൊക്കെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. വേറെ അതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇത് പഠിക്കേണ്ടതാണോ എന്നുള്ളത് നമ്മൾ നോക്കിയില്ല. അതുകൊണ്ട് അതും കൂടെ ഒരു പരമാവധി കുട്ടികളൊന്ന് കവർ ചെയ്ത് പോകട്ടെ, സ്വന്തമായിട്ടെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ കവർ ചെയ്യട്ടെ എന്നുള്ള അക്കാദമികമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ 12ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് അവരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോയ്സിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. 10ാം ക്ലാസ്സിനെക്കാട്ടും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ
പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്രാധാന്യം കൂടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 12ാം ക്ലാസ്സിന് ശേഷമാണ് ഒരു കുട്ടി ഏത് തരത്തിലേക്കാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് എന്ന് അവൻ ഒരു യുക്തമായ തീരുമാനം എടുക്കുന്നത് 12ാം ക്ലാസ്സിന് ശേഷമാണ്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ എല്ലാ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലകളും നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. എല്ലാ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലകളും, പ്രത്യേകിച്ച് മെഡിക്കലും എഞ്ചിനീയറിംഗും പാരാമെഡിക്കലും അഗ്രികൾച്ചറും ലോയും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളും എല്ലാ പ്രോഗ്രാമുകളും, ഈവൻ നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ XRM-ഉം പിന്നെ SRM-ഉം VIT-യും XLRM-ഉം ബിറ്റ്സ് പിലാനിയും എല്ലാ സ്ഥാപനങ്ങളിലും ടിസ് ആയാലും ഏത് സ്ഥാപനമായാലും ആ സ്ഥാപനങ്ങളിലും ഒക്കെ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് പ്രവേശന പരീക്ഷ നടത്തിയിട്ടാണ്. അതിന് എക്സെപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ മാത്രമേ ഉള്ളൂ എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അവരും ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ, അത് ആ രീതിയിലുള്ള ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. അപ്പൊ ഈ രീതിയിൽ കുട്ടിക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ധാരണയില്ലാതെ പോയാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ പിറകെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു അക്കാദമിക തലത്തെ വേറൊരു തലം കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയാണ്. കുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ. പക്ഷെ അതൊരു ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, അത് മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നീറ്റ് പരീക്ഷയായാലും ഗേറ്റിന്റെ ആയാലും ദേശീയ തലത്തിൽ നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പഠനം എന്നുള്ള ഒരു അർത്ഥമൊന്നും ഇതിനെ ഉണ്ടാക്കി. അതിലൊന്നും തന്നെ യാതൊരു മാറ്റവും അതിന്റെ സിലബസിൽ മാറ്റം വരുത്താനോ പരീക്ഷാ തീയതി മാറ്റം വരുത്താൻ പോലും ദേശീയ തലത്തിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു ഹർജി തള്ളിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഈ കാലഘട്ടത്തിൽ പ്രയാസമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ജന രാജ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അഞ്ജന. ബൈ മിസ്റ്റേക്ക് ആയിരിക്കും. സർ, യൂട്യൂബിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ബി ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ടീച്ചേഴ്സ് വൈൽ ദ എഡ്യൂക്കേഷൻ ബിക്കം ഇന്റഗ്രേറ്റഡ്? ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ വരുന്ന സമയത്തുള്ള ക്വാളിഫിക്കേഷൻസ് ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിർണയിച്ചിട്ട് ഇതുവരെ ഉത്തരവർഗീയമായിട്ട് ഞാൻ കാണുന്നില്ല. അതിന്റെ ഒരു വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ചാല് മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പോലെ തന്നെയാണോ ഇതിലേക്കും എടുക്കുന്ന നയസമീപനം എന്നുള്ളത് പിന്നെ എനിക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ദേശീയ തലത്തിൽ തന്നെ അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് UGC മുന്നോട്ട് പോവുകയാണ്. അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിക്കുമ്പോഴും നമ്മൾ ഈ പറയുന്ന 4 വർഷം കൊണ്ട് എവിടെയും പോയി ക്രെഡിറ്റ് സമ്പാദിക്കാം, അതൊരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് നിക്ഷേപിക്കാം, 1 വർഷം ഇത്ര ക്രെഡിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ കോഴ്സ് കിട്ടും, 2 വർഷം കഴിഞ്ഞാൽ ഇന്നൊരു ഡിഗ്രി കിട്ടും, 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഡിഗ്രി കിട്ടും, 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓണേഴ്സ് ബിരുദം കിട്ടും. അപ്പൊ എല്ലാ സ്ഥലത്തും എക്സിറ്റ് പോയിന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എവിടെയാണോ നിർത്തണം എന്ന് തോന്നുന്നത് അവിടെ നിർത്തിപ്പോകാം. ഇങ്ങനെയുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് ABC സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നയമാണോ ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. 1 വർഷം കഴിയുമ്പോൾ DLEDന്റെ ഒരു ആ രീതിയിൽ എനിക്കതിനെ കുറിച്ച് ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ കമന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു സർ. ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടോ? 1-2 ചോദ്യങ്ങൾക്ക് കൂടി സമയമുണ്ട്, ചോദിച്ചോളൂ. സർ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. കരിക്കുലം കമ്മിറ്റിയുടെ സ്ട്രക്ചർ, അതിന്റെ ഇമ്പോർട്ടൻസ് അതൊന്ന് പറയാമോ? ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് ചെയ്യുന്നതിൽ എന്താണ് അതിന്റെ റോൾ? യെസ്, നമ്മളെ കരിക്കുലം കമ്മിറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കരിക്കുലം കമ്മിറ്റി എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരാണ് അത് തീരുമാനിച്ച് നമുക്ക് ഉത്തരവിറക്കുക. അതില് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സമ്പൂർണമായ മനുഷ്യന്റെ വികാസമാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള നമ്മുടെ വിദഗ്ധമായിട്ടുള്ള ആളുകൾ നമ്മുടെ കരിക്കുലം കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. അതിൽ സാഹിത്യത്തിൽ നിന്നുള്ള ആളുകളുണ്ടാവും, എഴുത്തുകാരുണ്ടാവും, സിനിമാ പ്രവർത്തകരുണ്ടാവും, കായിക മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ടാവും, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഉണ്ടാവും, ജെൻഡർ സ്റ്റഡീസ് മേഖലയിലുള്ള ആളുകളുണ്ടാവും,
അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവും, അതിന്റെ സംഘടനാ പ്രവർത്തകരുണ്ടാവും. ഇങ്ങനെയുള്ള വിശാലമായിട്ടുള്ള ഒരു 70-75ഓളം ആളുകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് കരിക്കുലം കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കരിക്കുലം കമ്മിറ്റിയാണ് കരിക്കുലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുക. ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ അവരാണ് അത് വെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പുറത്തിറക്കാൻ വേണ്ടി കഴിയുക. അങ്ങനെയുള്ള വിശാലമായ അധികാരങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് കരിക്കുലം കമ്മിറ്റി. ആ കരിക്കുലം കമ്മിറ്റി, പുതിയ കരിക്കുലം കമ്മിറ്റി വേഗം തന്നെ രൂപീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു സർ. സർ, സെക്കൻഡ് മീറ്റിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ചോട്ടെ. നിമിത, സെക്കൻഡ് മീറ്റിൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മിസ് സിനി സൂസൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചു നോക്കാം. ഓക്കെ ഓക്കെ. ചോദിക്കൂ ആരാണ്? സർ, ഹലോ ജയപ്രകാശ് സർ, ഗുഡ് മോർണിംഗ്. നിവേദാണോ? അതെ സർ, അതെ അതെ യെസ് സർ, ഹാപ്പി ടു സീ യു. അപ്പോ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ വന്നപ്പോഴും പാരന്റ്സിനുള്ള ഒരു ഡൗട്ടാണ്, എൻ്റെ മക്കൾക്ക് A+ കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടിയിലാണ് അവരും ആ ഒരു തീരുമാനത്തിന് പുറകെ പോകുന്നത്, കോടതിയെ സമീപിക്കുന്നതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതും. അപ്പോൾ സാറിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയൊന്ന് റെഡിയാക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് സാറിന്റെ അഭിപ്രായത്തിൽ. അതാണ് എനിക്കുള്ള ഒരു സംശയം. നിവേദി ചോദിച്ചത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണെങ്കിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പരിഗണിക്കാതെ പോയിട്ടുള്ള രീതി, ഇങ്ങനെ പറയുന്നതിലും ചില പെശകൾ ഉണ്ടാവും, എങ്കിൽ കൂടി ഒരു വ്യക്തത ഇപ്പോഴും വരാത്ത ഒരു ഏരിയ, എങ്ങനെ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിന്റെ തിയറി നമ്മൾ B.Ed കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഏതൊക്കെ തരത്തിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഇൻ ലേണിംഗ്, പിന്നെ അല്ലെങ്കിൽ ഓഫ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 വിധത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അടക്കം ഇത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ള ഒരു സ്വയം വിമർശനവും ചോദ്യവും നമ്മൾ ചോദിക്കേണ്ട ഒരു സമയമാണ്. യഥാർത്ഥത്തിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് തിയററ്റിക്കലി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിലൊരു യാതൊരു സംശയവും. നമ്മൾ ഈ പറയുന്ന വാർഷിക പരീക്ഷകൾ നടത്തി അതിന്റെ മെമ്മറി ടെസ്റ്റ് നടത്തി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നതിന് എത്രയോ മനോഹരമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ കുട്ടിയെ വിലയിരുത്തുക എന്നുള്ളത് അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ അത്രമാത്രം ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മളെല്ലാവരും പരസ്പരം ചോദിക്കേണ്ട, അധ്യാപകരൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ നമുക്കുള്ള ആളുകൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ചില മാറ്റങ്ങളെ കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം തന്നെ സ്കില്ലിനും ഔട്ട്കം ബേസ്ഡും എന്താണോ കുട്ടി കുറച്ചെങ്കിലും നേടേണ്ട ചില സ്കില്ലുകളെ കുറിച്ചും ഒക്കെ വലിയ വ്യാപകമായി ചർച്ച നടക്കുന്ന ഒരു കാലം കൂടിയാണ്. ആ ചർച്ചയിൽ ഒരു പക്ഷേ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചിരുന്ന ഡീലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് എന്നൊക്കെ പറയുന്ന ചില ചർച്ചകൾ പ്രായോഗിക തലത്തിൽ തന്നെ ചില ആളുകളൊക്കെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രൊഫഷണലുകൾക്ക് നിങ്ങൾ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് സ്കിൽ ഉണ്ട് എങ്കിൽ ആ കമ്പനി റിക്രൂട്ട് ചെയ്ത് പോവാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള പ്രൊഫഷണലിന് വേണമെന്ന് ഒരു കമ്പനിക്കും ആഗ്രഹമില്ല. ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയായാലും മതി, ബട്ട് നിങ്ങൾക്ക് അതിൽ സ്കില്ലുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും അവർ നോക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ലോകം പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പരീക്ഷയെ കുറച്ചും കൂടെ പ്രായോഗികമായിട്ട് സമീപിക്കേണ്ട ഒരു രീതിയിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ പരീക്ഷാ സമ്പ്രദായത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രമാത്രമാണ് കുട്ടികൾക്കുള്ള റോള് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് വലിയ റോളൊന്നും. ആരാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അധ്യാപകൻ. ആരാണ് മൂല്യനിർണ്ണയം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് അധ്യാപകൻ. ആരാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിനെ കുറിച്ച്, അതിന്റെ സ്വഭാവത്തെ കുറിച്ച്, അത് എളുപ്പമാണോ അത് കഠിനമാണോ എന്ന് അഭിപ്രായം പറയുന്നതെന്ന് ചോദിച്ചാൽ അത് അധ്യാപകൻ. അപ്പോൾ കുട്ടിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് റോളാണ്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ പോലും കുട്ടികൾ ഇവാലുവേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട, കുട്ടിയുടെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ഒരു മേഖല തന്നെയായിരിക്കും. അതിൽ
സമൂലമായിട്ടുള്ള ഒരു മാറ്റവും പുതിയ രീതിശാസ്ത്രവും നമ്മൾ തന്നെ ഗവേഷണത്തിന്റെ ഒക്കെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച് സർ. നമ്മളുടെ റിസോഴ്സ് പേഴ്സൺ വിജയൻ സർ എൻസിആർടിയിൽ നിന്ന് സർ എത്തിയിട്ടുണ്ട്. സർ ഹാർട്ടി വെൽക്കം ടു ദ സെഷൻ. സർ 1-2 മിനിറ്റ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് അഡ്രസ് ചെയ്തോട്ടെ. സെക്കൻഡ് മീറ്റില് സിനി മാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് ചോദിക്കാൻ പറയാം. സിനി മാം സെക്കൻഡ് മീറ്റില് 2 ചോദ്യങ്ങളാണ് ജയപ്രകാശ് സാറിനോട് ഉണ്ടായിരുന്നത്. സോ ഞാൻ ഫറൂഖ് കോളേജിലെ റിസർച്ച് സ്കോളർ ആണ്, സുൽത്താൻ ബത്തേരി BPC ആണ്. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ കഴിഞ്ഞ എൻട്രൻസ് പരീക്ഷയിൽ മാർക്ക് സമീകരണം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് പറയണം. രണ്ടാമത്തേത്, NEP 2020 ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡയറ്റുകളുടെ ഇമ്പോർട്ടൻസ്, റെലവൻസ് എന്താണെന്ന് ഒന്ന് വിശദമാക്കാനുമായിരുന്നു. ചോദ്യം ഇതാണ്. താങ്ക് യു സർ. ഈ മാർക്കിന്റെ സമീകരണം സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പഠനത്തിലേക്ക് SCRT ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ സമീപിച്ചിട്ടില്ല. അത് പരീക്ഷാ ഭവന്റെ ജോയിന്റ് സെക്രട്ടറിമാരാണ് അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സമീകരണം നടത്തിയപ്പോൾ പൊതുവെ കേരളത്തിലെ കുട്ടികൾക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഒരു കാൽക്കുലേഷൻ വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് പ്രാഥമികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഡയറ്റുകൾക്കും SCRTകൾക്കും വിദ്യാഭ്യാസത്തിന്റെ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ NEP 2020 എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലും ഇതിനകം തന്നെ ഇതിന്റെ റീസ്ട്രക്ചറിംഗ് ഉള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രൊഫഷണൽ സമീപനത്തോടു കൂടി നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയെ കാണുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരിക്കും ഇനിയുള്ള കാലത്തുണ്ടാവുക. നമ്മുടെ സമഗ്ര ശിക്ഷയുടെ ഭാഗമായിട്ട് തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ ധനസഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഡയറ്റുകൾക്ക് ഇപ്പോഴും ഉള്ളത്. SCRTയുടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ ക്രോഡീകരണം അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയിൽ വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ റിസർച്ച് സ്കോളർ ആണ് എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ റിസർച്ച് സ്കോളേഴ്സിന് ചെറിയ ഒരു കോഴ്സ്, പെഡഗോഗി സംബന്ധമായ കോഴ്സും കൂടെ കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം NEP 2020യുടെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചർ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന ആളുകളുടെ ജോലി, യൂണിവേഴ്സിറ്റികളിലെ ടീച്ചർ എഡ്യൂക്കേഷന്റെ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളുടെ ജോലി കുറച്ചും കൂടെ ഗൗരവതരമാർന്ന തരത്തിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ സർവകലാശാലകളിൽ ഉൾപ്പെടെ നമ്മുടെ എല്ലാ മേഖലകളിലും ഉൾപ്പെടെ നമ്മുടെ പെഡഗോയിക്ക് സംബന്ധമായിട്ടുള്ള അധ്യാപകന്റെ അവന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ഇടപെടലുകൾ, ഇൻ സർവീസ് കോഴ്സുകൾ സംഘടിപ്പിക്കൽ, അവരെ എക്വിപ്ഡ് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് SCRTക്കും ഡയറ്റിനും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പങ്കായിരിക്കും നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. ഇവിടെ അഞ്ജന രാജ ആൻഡ് ലിയ, വേഗം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കോ. അഞ്ജന, ഓക്കെ ലിയ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ ലയനം നടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒരുമിക്കും ഒരേ എക്സാം ആണ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ലയനത്തിൽ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ടോ? NEP 2020യുടെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലാസ്സുകളിൽ പരീക്ഷ നടത്തുമെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ലയനം ഏതാണ് ഉദ്ദേശിച്ചത്? ഈ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഈ ഖാദർ കമ്മിറ്റിയുടെ ലയനാണോ പറയുന്നത്? ഏത് ലയനാണ് ഉദ്ദേശിച്ചത്? അല്ല NEPയുടെ ഭാഗമായിട്ടുള്ളതാണോ? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. NEP ആണോ? അതെ. NEPയുടെ ഭാഗമായിട്ട് പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാകുന്ന തന്നെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക് യു. അഞ്ജന രാജ്.
ഓക്കെ സാർ, അത് ബൈ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്താലോ എന്നുള്ളൊരു ചിന്തയാണ്. വിജയൻ സാർ വെയിറ്റിംഗ് ആണ്. അനീഷ. താങ്ക് യു സർ. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമയം പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ഇനിയും മനസ്സിൽ ഇനിയും ചോദിക്കണം, ഇനിയും ഇന്ററാക്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് എനിക്ക് ഉണ്ട്. അപ്പോൾ പക്ഷെ ഞങ്ങളുടെ സമയം അതിക്രമിച്ചത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാറിന് നന്ദി പറയുന്നതിനായിട്ട് ആര്യയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഇങ്ങനെയൊരു വെബിനാർ നമുക്ക് ഓർഗനൈസ് ചെയ്തു തന്ന നമ്മുടെ കോർഡിനേറ്റർ ലക്ഷ്മി മാമിനെ കോളേജിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ഈ സെക്ഷൻ ഹാൻഡിൽ ചെയ്ത ഡോക്ടർ ജയപ്രകാശ് സാർക്ക് ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നന്ദി അറിയിക്കുന്നു. വളരെ നല്ലൊരു സെക്ഷൻ തന്നെയായിരുന്നു സാർ നമുക്ക് സമ്മാനിച്ചത്. ഈ ഒരു സെക്ഷൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. SCRT കുറിച്ചും അതുപോലെ തന്നെ SCRTയുടെ ഫങ്ഷൻസിനെ കുറിച്ചും ഗവർണിംഗ് ബോഡീസിനെ കുറിച്ചും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സാർക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾക്കുള്ള മറുപടിയും സാറ് നമുക്ക് പറഞ്ഞു തന്നു. വളരെ ചുരുങ്ങിയ ഈ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സാർ നമ്മളിലേക്ക് എത്തിച്ചു. സാറിന്റെ ഈ വിലയേറിയ സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്റെ പേരിലും NSS ട്രെയിനിങ് കോളേജിന്റെ പേരിലും അതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ഈ വെബിനാർ ഇത്രയധികം വിജയകരമാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ യുവർ ഹോൾ ഹാർട്ടഡ് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച് ജയപ്രകാശ് സർ. ഒരുപാട് തിരക്കുണ്ടെന്നറിയാം. അവിടെ ഒരുപാട് ഫയൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഔപചാരികതയുടെ പേരിലാണ്, എന്നാലും താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മളുടെ സെക്കൻഡ് സെഷനിലേക്ക് കടക്കാം. അനീഷ. അക്കാദമിക് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലോറിംഗ് എക്സലൻസ് ത്രൂ എക്സ്പേർട്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിന്റെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സെക്ഷനിൽ നമുക്ക് മനോഹരമായ ക്ലാസ് സമ്മാനിക്കാനെത്തിയ വിശിഷ്ട അതിഥി ഡോക്ടർ വിജയൻ കെ, അസിസ്റ്റന്റ് പ്രൊഫസർ NCRT സാറിനെ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നതിനായി നമ്മുടെ ക്ലാസ്സിലെ MED റെപ്രസെന്റേറ്റീവായ ഷാദിയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. NSS ട്രെയിനിങ് കോളേജ് നടത്തുന്ന നാഷണൽ വെബിനാർ ഓൺ അക്കാഡമിക് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലോറിംഗ് എക്സലൻസ് ത്രൂ എക്സ്പേർട്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ സെക്ഷൻ വെബിനാറിലേക്ക് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയ ഡോക്ടർ വിജയൻ കെ സർ, NCRT ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 2010 മുതൽ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം വർക്ക് ചെയ്യുന്നു. MHRD NCRT ഫണ്ട് ചെയ്തിട്ടുള്ള 10-ലധികം നാഷണൽ ലെവൽ പ്രൊജക്ടിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. 4-year ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, 2-year BEd കരിക്കുലം ഡെവലപ്മെന്റ് കോർഡിനേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. നിഷ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ NRG ഓർഗനൈസേഷന്റെ മാസീവ് ഇന്റഗ്രേറ്റഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം നാഷണൽ റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പറും അതിന്റെ കോർഡിനേഷൻ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. റിസർച്ച് ഡെവലപ്മെന്റ് ട്രെയിനിങ് എന്നീ മേഖലയിൽ ഇന്റർനാഷണൽ ലെവൽ, നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ ആയിട്ട് ഇദ്ദേഹം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു. ടീച്ചിങ് ലേണിംഗ് അസസ്മെന്റ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ, അതുപോലെ മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട് 25-ലധികം റെപ്യൂട്ടഡ് ജേർണൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പോരാതെ NCRTയുടെ തന്നെ ക്വാർട്ടർലി ജേർണൽസ് ആയിട്ടുള്ള ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, വോയിസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ,
2 ക്വാർട്ടർലി ജേർണൽസിന്റെയും അക്കാഡമിക് എഡിറ്റർ ആയിട്ടും അസോസിയേറ്റ് എഡിറ്റർ എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടുകൂടി, അതിലുപരി ഒരുപാട് ബഹുമാനത്തോടുകൂടി സാറിനെ NSS ട്രെയിനിങ് കോളേജിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വിജയൻ സർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, NCRT. Thank you very much, and very good morning to one and all. I think I can use English. Is there any issue, or should I use Malayalam? No, sir. According to your convenience, sir. No issues. Okay, thank you. First of all, I would like to congratulate the NSS Training College, Vattapada, for organizing this type of webinar. It is, I think, it's very essential in the sense that all our budding teacher educators and prospective teachers need to know what actually is happening in our country in the area of teacher education, what are the structure of teacher education system in our country, and what are the different stakeholders or institutions, organizations involved in supporting, mentoring, and improving the quality of school education system in our country. I think the initiatives of this college is to spread this awareness among not only the Ncrt students. I don't know whether this is only the forum of, I got an idea that the participants are all Ncrt students. I don't know. Maybe some other research scholars also. BEd, MAd, research scholars and teacher educators. It's a, okay. Yeah, it's a combination of different people from different areas of specialization also. And I'm very happy to be a part of this webinar and providing me an opportunity to interact with young and vibrant experts in the field of education and teacher education. And as my presentation, since it is stipulated presentation, the topic wise it is assigned to me, is to talk about the Ncrt, about Ncrt and Ncrt initiatives. Therefore, I would like to concentrate my presentation on 3 important aspects. The first one is why Ncrt. It contains the mandate of Ncrt in the sense that the aims and objectives or mission and vision of Ncert. The second one, what of Ncert? Ncert, the structural form of Ncert, what are the different structures of Ncert, functionality of Ncert. And third aspect, I would like to concentrate on how Ncert, how it is working, and what are the different initiatives of Ncert, the functions of Ncert based on the recent initiatives. I would like to concentrate some of the recent initiatives done by Ncert in the field of education, school education, as well as the teacher education. Let me share my screen. Yeah. Is it visible? Yes, sir. Clear and visible. Yeah. As I mentioned, I would like to concentrate on these 3 aspects: the mandate, setup, and initiatives of Ncert. When we talk about the mandate, the major thing is the aims and objective of this particular institution. As all of you may be knowing, you might have learned in any of your teacher education course that Ncert, National Council of Educational Research and Training, it is the sole academic agency at national level working for the excellence in school education and teacher education at various levels of school education. And these institutes developed in the year 1961
September 1st, having more than around 60 years of, more than 61 years of experience in the field of school education as well as teacher education. And you may be knowing many of the activities also through different medias of related with NCRT. We will be going to share some of the activities later on. But when you talk about the vision of NCRT, it is clearly envisioned in the preamble of NCRT document that it is the single window center of excellence for all aspects of school education in the country. And its main mandate is not only to be a center of excellence, but it's an advisory body to the Ministry of Education, earlier Ministry of Human Resource Development, Government of India, in all aspects of the policy decision related with school education. And with this vision, it has lots of mission or aims in the sense that improving the quality of school education. As I mentioned, there are two aspects of where NCERT is looking for. One is related with school education and second is related with teacher education. You all know the symbiotic relationship with school education and teacher education. The moment you talk about the quality of school education, improving the quality, the first and important thing that will come in our mind is the teachers. And teachers has to play an important role in ensuring quality in the field of school education. Therefore, without touching the teacher or teacher education scenario, you may not be able to think about improving the quality of school education. That's why the mandate, when it comes to the mission of NCERT, Excuse me, sir. Sir, shall I interfere? Sir, slide change ചെയ്യുന്നുണ്ടോ? Yes, it's not. Sir, it's not coming, sir. Okay, sorry. It's okay, sir. Okay, sir. Now it is coming? Yeah, it's coming. I think it's not in the presentation mode. That's why. That's why. When it goes to the presentation mode, I think it's not coming. Now it is clear now? It's clear, sir. It's clear, readable, sir. It's okay. Okay. Then I will go in this way. Okay. Yeah, when it comes to the mission, that's why along with the school education, the mandate has given to NCRT to look after the quality in the teacher education also. Therefore, the second important mission of NCRT to working towards improvement in the quality of teacher education, in tune with the changes that is happening in the area of school education system. And apart from looking for this school education as well as the teacher education, the other two important mandates is providing academic support. And you all may be knowing the two terminology, UEE and USE, universalization of elementary education as well as universalization of secondary education. It is the two important goals of universalization of education as stipulated by United Nations and UNESCO. And as a part of that mission, NCRT has given responsibility to ensure the quality education in the field of elementary as well as school education. And these are two important aspects of the improvement of quality. That is, one is universalization of elementary education and second is universalization of secondary education. And you may be aware, many of the programs, some of you might have gone through as a part of that also, programs, flagship programs like DPEP, SSA, RMSA, etc. These are some of the programs which developed under the Ministry of Education with the support of NCERT all over India for ensuring quality education in the area of elementary education as well as the secondary education. The first one, DPEP, District Primary Education Program, and the second one, Universal Samagra Shiksha Abhiyan. These two are for improving the quality of elementary education, and the other one,
the RMSA Rashtriya Madhyamik Shiksha Abhiyan. This is initiative for ensuring quality in the secondary education system. In that sense, you can see that there are different flagship programs constituted by the Ministry of Education under the support academic guidance of Ncert in all over India. And the last and important thing is, along with these initiatives and academic support for this initiative, conceptualization and implementation of these initiatives, but at the same time, it is the responsibility of Ncrt to support, mentor, and provide whatever may be the initiatives required to state government as well as central government agencies for implementation of all these programs and coming up with different policy initiatives, etc. Therefore, another important mission is providing academic support to the union or central government as well as state government institutions like SCERT, Institute of Advanced Studies in Education, IASCs, College of Teacher Education, CTEs, District Institute of Education and Training, DIETs, Block Resource Centers, BRCs, Cluster Resource Centers, CRCs, etc. These are some of the institutional mechanisms that aims to improve the quality of school education as well as teacher education in our country state-wise. And it is the responsibility of Ncert to provide academic support to those institutions as well. It is very important is that Ncert is most of the time we are not going to provide teacher level initiative. Most of the time we will provide master level training, master level orientation by selecting master resource pupil from these type of institutions. And that's the 4 important mandate of Ncert. And for ensuring this mandate, for implementing this mandate, Ncert is working with 4 important areas. Ncert is working in 4 important areas. Those areas are, one is develop research. We all know, just now Dr. Jayaprakash, Director Ncert was mentioning about the importance of research. And this is very essential that what is missing in our country is the action type research, the grassroots level research, the first-hand information that will help us to improve not only in the quality, but when we want to develop some of the policy initiatives, when we want to develop some of the guidelines based on the experience at a grassroots level, we are all looking for researchers. We need first-hand information through researchers, and Ncert is involved in research activities for doing the 4 important mandates I mentioned earlier. Not only conducting, our Ncert faculty not only conducts research, we are promoting research through different activities also. We had a dedicated division in Ncert for helping, for supporting, for mentoring the teachers, teacher educators, PhD scholars, and all others who else are very much involved in research. We have a division known as Division of Educational Research. And we are supporting through even monetary funding also. We have ERIC funded researchers. We have PhD scholarship also. Therefore, there are different types of funding mechanism at Ncert level for promoting research. Not only we are conducting research, we are promoting research. That is the first and important function. And second one is we are involved in developing. Some of the time, if you ask some students about Ncert, they will say that Ncert is an organization who is bringing textbook. And in some of the area, Ncert is equal to textbook developer. No, it is only one of the
many activities of NCRT. We are involved in developing not only the textbook, we are involved in developing different materials, general education, supplementary reading materials, exemplary problems. We are developing different, we are printing lots of journals. We are involved in developing educational kits in the area of mathematics, science, social science, language, early mathematics and literacy. It is only for early learning. Like that, we have a dedicated division for preparing educational kits and disseminating to those kids to different areas of our country. And we are developing digital materials. We have lots of digital resources. Some of you might have heard about the terminology NROER, National Repository of Open Educational Resources. National Repository of Open Educational Resources, or NROER, contains loads of thousands of educational contents, videos, audios. There are many materials available in NROER. We are developing. At the same time, we are utilizing the material developed by states, other agencies also, and uploading in our digital resource also. In that way, NCRT is involved in the development of different materials. And this is second part, second function. And third function is training. We are providing training and orientation to teachers, teacher educators, as well as prospective teachers. In that sense, we are involved in two areas of research training. One is pre-service and second one is in-service. We have our constituent units at different areas. I will like to provide you what are the constituent units and all later. And we are conducting different pre-service training program, innovative teacher education programs. Most of the innovative teacher education programs are conceptualized at NCRT level. The 4-year integrated B.Ed program recommended by NEP 2020 is a program innovated at NCRT and implemented at the NCRT constituents from 1963 onwards. And that program now, it is a generic program and it is going to be a part and parcel of prospective teacher preparation program all over India. Apart from pre-service training, we are involved in service training program. We are involved in many types of in-service program and detail some of the programs, example program I will be detailing later. And one, just when introducing me, the introducer mentioned about one program, NISTA. It is actually, it is the world's largest teacher training program conducted anywhere in the world. You can, if you search, it is a world record programs, national initiatives for school heads and teachers' holistic advancement. That is the meaning of NISTA, National Initiative for School Heads and Teachers' Holistic Advancement. It's a program conceptualized at the NCERT from 2019 onwards. It started for orienting 42 lakhs elementary school teachers all over India. And we could complete around 19 lakhs teacher training before the pandemic starts using face-to-face. Once pandemic starts in the month of March 2020, we shifted that program to online. Now it is going through online. I will be giving you the details later on. And this is the third aspect. First is research, second development, third is training. And apart from this, another important aspect is an extension activities. NCRTs do different types of extension activities for disseminating not only NCRT initiatives, for disseminating the innovative activities, the case studies, best practices, etc., done at different levels, even starting from school education. You may be knowing the important program of Jawaharlal Nehru National
Science and Mathematics exhibition. It is a very important program. It is a prestigious program organized by Ncrt every year. It is a science and mathematics exhibition programs, and this is meant for the school children, those who are coming with innovative activities, innovative projects in the area of science as well as mathematics and computer also. And this is an extension activity, and we are having programs like different webinars, now it is webinar, otherwise there are different types of seminar at the different, based on different themes, specific themes like elementary education, early childhood, teacher education, mathematics education, physics, science education, gender studies. Like that, we are organizing different seminars, not only at Ncrt Delhi, at different our constituents also. And we are organizing seminars or conferences of directors of SCRT, principles of diets. There are different programs, extension programs Ncrt do organize. And all these programs are meant for ensuring quality of school education. These are 4 important mandates or programs, activities or functions of Ncrt. Broadly, you can say that research, development, training, and extension. And just I would like to know, I will skip this one. I will not take much time. Just I am giving the broader structure of Ncrt. Ncrt is having different constituents. Ncrt at Delhi, we have 2 constituent units. One is known as NIE, that is known as National Institute of Education. And second one is known as CIET. CIET is Central Institute of Educational Technology. And at National Institute of Education, we have 10 departments, 7 divisions. We have total 17 separate departments. Like we have a Department of Science and Mathematics, it is known as DESM. We have Department of Teacher Education, it is known as DTE. We have Department of Elementary Education, DEE. We have Department of Special Needs Children, it is known as Group of Special Needs Children, it is known as DGSN. We have Department of Curriculum Studies and Development, it is known as DCSD. We have Department of Social Science, that is known as DESS. We have Department of Language, DEL. Like that, we have 10 departments. Then we have 7 divisions. Division of Educational Research, Division of Educational Kids, Division of Library. We have a division, a publication division, exclusively for publishing Ncrt textbooks, Ncrt journals, Ncrt generic books, and all those things. We have a dedicated division that is known as publication division. Like that, we have 7 divisions at Ncrt, and Ncrt's NI level functions are centered around all these institutions. And at near to NI, we have another dedicated constituent that is known as Central Institute of Educational Technology, and this institute is looking after all the technological aspects, development of NROER material. Live, you might have learned about now this latest budget declared 200 dedicated channels for school education, for class-wise. And last budget now announced 12 dedicated channels for different classes. And those 12 channels we are running here at CIET. And all those programs of these different channels from class 1 to class 12, all the videos and all those materials developed at CIET. Here only it is developed at this level and transmitted from Ahmedabad, but all these materials are developed at CIET, and we are the custodian of all those 12 channels. And along with that, we are conducting different types of online programs,
you may be aware about National Curriculum Framework. Work is going on. And all these works are through online, and all these are managed, technological things are managed at our Central Institute of Education Technology. These are two constituents at Delhi. And we have another constituent exclusively looking after vocational education. It is only for things related with vocational education. At this context, you may be knowing that the NEP 2020 recommended the importance of vocational education and pre-vocational education from class 6 onwards. Class 6, 7, 8, there will be pre-vocational contests, and some of the content and some of the activities will be done at class 6, 7, 8. And from 9 onwards, the vocational education will start, and students have the option to take some of the vocational courses also from class 9 onwards. And we, at our Vocational Education Institute, it is known as PSSCIVE, Pandit Sundarlal Sharma Central Institute of Vocational Education. Pandit Sundarlal Sharma Central Institute of Vocational Education. It is constituted at Bhopal. And this is looking after all the aspect and the course material and textbook preparation, everything related with vocational education. And along with that, we have 5 regional institute of educations. Regional Institute of Education, each region looking after the sum of the states under that particular region. We have Southern Region institution at Mysore. It is known as Regional Institute of Education at Mysore. And some of your faculty members of NSS Ottaparam completed their even MD and PhD from RI Mysore only. You can, I think some of the students may be knowing that fact also. And that Regional Institute of Education looking after pre-service training program as well as in-service training program and support to the stage covering Andhra Pradesh, Telangana, Karnataka, Tamil Nadu, Kerala, and Lakshadweep, and Puducherry. And this is the institution looking after all the state needs of those southern region states. And we have Regional Institute of Education at Bhopal. It is near to our vocational education passive, PSSCIVE, and that is looking after all the needs of the states from western region. We have another institute at Ajmer. This is looking after the needs of the states from northern region, and we have another at Bhubaneswar that is looking after all the states under eastern region, and we have one dedicated center at Shillong, and that looks after all the state under northwestern region. Now, one more RIE is already approved, and it will be coming very soon at southern region, that is at Nellore, Andhra Pradesh. It's all formalities over. It is about to get nod from the ministry very soon, so that we could start at Nellore. If Nellore RI also starts, then the jurisdiction of RI Mysore will be only for Karnataka, Kerala, and Lakshadweep. Mysore will look after Kerala, Karnataka, Lakshadweep, whereas Nellore will look after Andhra Pradesh, Telangana, Tamil Nadu, and Puducherry. And this is the constitutional arrangement of Ncrt. And these are some of the pictures of different RIs. You can visit our website and you will get all these pictures and all these details. I'm not going much. And now I would like to concentrate some of the training programs, some of the activities. Our all RIs, we have, as I mentioned, we have 5 RIs. Our RIs have 4 important departments. One department is Department of Education. Another one is Department of Social Science and Humanities. Third one is Department of Science and Mathematics. And fourth one is Department of Extension Education. We have 4 departments at all the RIs. And these RIs, they conduct pre-service program as well as in-service program. Some of the programs, graduate programs are BA B.Ed, 4-year BA B.Ed, 4-year BSc B.Ed, and 2-year B.Ed. And some of the postgraduate programs are M.Ed, B.Ed M.Ed, and B.Ed M.Ed we started only at RI Bhopal,
and now it is stopped also. We are not continuing with the B.Ed MH integrated program. We conduct last year onwards, we stopped that program. And MSc, this is another program. It offer at only RI Mysore. This is a 6-year-long program. 6-year-long program. The students after +2, they can join for this program. It is on the basis of all India merit. Other programs are based on the regional merit. State-wise list will be there. Only the students from that particular state can apply. But for MSc, this is based on all India merit. Any state students can apply for this course. Basic qualification is +2. And the student who complete this program will be getting BSc, then MSc and B.Ed. This will be equivalent to 3 degree certificates. One is degree, then PG and B.Ed. And this is MSc, and we are all RIs except at Shillong, we have PhD in education also. Apart from this, we have a certificate diploma course, and it is known as Diploma Course in Guidance and Counseling, DCGC. It is available at all of our RIs and along with NI Delhi also. And these are some of the pre-service courses. And apart from that, we are having lots of in-service program. NISTA, as I mentioned, it is a national initiative for school heads and teacher holistic advancement. We started in 2019 for elementary teacher, that is known as NISTA 1.0. Later on, we proposed another program for secondary teachers, that is known as NISTA 2.0, NISTA 2. Now, based on NEP recommendation, we need to now provide support to the early childhood students, teachers, or it is a foundational literacy and numeracy. That program is known as FLN. Exclusively for teachers who are working in the area of early childhood care and education or pre-primary teacher education. That course is known as NISTA for FLN or NISTA 3.0. NISTA FLN 3.0. Now, another program we are planning, and it is yet to be developed. It is for NISTA for teacher educators. We are preparing a NISTA program, NISTA 4.0, for teacher educators working at DIET, CT, IASC, CRT, university departments, institutions, BRC, CRC, etc. And this is also will be going to implement in the near future. And apart from that, we are conducting subject level program for teachers and teacher educators for mathematics, science, humanities, different language, health education, art education, etc. And we are also doing orientation and training to the evaluation and assessment mechanism, technology, education, in education technology, vocational education, research methodology, all those areas we are dedicated departments. Therefore, these departments are responsible for conducting training programs for teachers and teacher educators. Another important under development, I am not going to details of development. Some of the significant material developed recently, it is, you may be knowing about learning outcome. Ncrt developed a learning outcome document for class 1 to 8 for elementary level in the year of 2017, and we developed a learning outcome, and we had conducted many regional workshop orientation to teacher educators from different states, SCRT diets, and it reached up to the school level. And also, and later on we have developed a learning outcome for class 9 and 10, that is for secondary stage, and now we are in the process of finalization. It is already developed for class 11 and 12. It is in the process of finalization for senior secondary stage. And NCRT also undertake a dedicated work by taking some of the educationally disadvantaged blocks under each region of our country. We identified, we adopted some block, and we adopted 5 blocks at 5 different regions, and in-depth support analysis research we conducted.
We are supporting teachers and teacher educators on that block and supporting the teachers. And 5 regions, regional institute of education adopted each one block, and at Delhi we adopted another block at Tripura, the state of Tripura, so that we adopted 6 blocks, and all the schools and teachers in that blocks we are supporting, we are mentoring, we are orienting them, providing different types of support. Even our mathematics kit, our different skills we prepared at national level, we have given to them, and we have given orientation to the teachers, and we made ensure that it is going to the classroom level also. That type of activity also we are doing. And as I mentioned, learning outcome, Ncrt conducted a massive national achievement survey in 2017 based on the learning outcome for class 3, class 5, and class 8. And it was a sampled one, but it was massive in the sense that it covers lakhs of students in the country, and it covered all the states of the states and union territories of our country. And based on that, we developed district level report cards, and many teachers and teacher educators and researchers are undertaking research based on our district report cards. And these district reports are, if somebody interested, can see in MHRD website or Ncrt website. If you just search for district report cards based on NAS, you will get those district report cards. If you want to know what is the district performance of Palakkad district, you can search and you will get even Palakkad district report card also. And NAS we conducted at class 10 also. Class 10, it was not based on learning outcome. It was a separate national achievement survey. And we, during the time, we thought of our psychology department developed a innovative tool. It is known as Tamanna, for identifying aptitude test for senior school students. Those who are completing senior secondary, they can go for this Tamanna test for identifying their aptitude. And these are some of the innovative activities. I'm not explaining. If you have any doubt, we will share later. I'm showing some of the activities in the coming slides. We have energized textbook in the sense that our revised textbooks contains barcode, and if you scan the barcode, the textbooks and the additional materials will be available. Each chapter starts with the barcode, and we mapped this with the barcode. All the textbooks mapped with the barcode. We, our department level, we prepared a tool for self-assessment of teachers that is known as PINDIX, Performance Indicators for Teachers. Now you may be knowing that NEP 2020 recommended a national professional standard for teachers. And before this recommendation itself, from 2015-16 onwards, we started the work of performance indicators. We developed a performance indicators in the year 2013. We developed it and finalized it in 2015. And this tool was for elementary teachers, then later on for using all other teachers at a different levels. We modified this tool, and now we have a tool known as TSAR, Teacher Self-Assessment Rubrics, and this also available at Ncrt website. And for performance indicators or PINDIX, even mobile app also available. Around 21 states are using this tool for assessing the teacher's performance. It is a self-assessment tool. And under vocational education, as I mentioned, we have developed lots of job roles and lots of textbook for senior secondary level for class, from class 9, 11, 12 onwards, we have developed job roles. Per textbook, we have developed for class 11 and class 12. We have lots of ICT initiative resources under DISHA platform, NROER, ePadashala. NISTA is completely now online. We have ICT curriculum for teachers and teacher educators. We have Swayam MOOC course. There are different MOOC course for even students also, teachers for teacher educators also. And
we have our apps also. We have developed mobile apps also for these different activities, even Pindix, Soyam, these MOOCs and all. We have mobile apps also. And you can search at NCRT or CIT website for explore all these ICT materials. And this, we are doing some of the, as I mentioned, extension activities like Rashtriya Avishkar Abhiyan. It is for science-related activities. We are doing guidance and counseling courses. We have exhibition and festival. We have ICT Mela, and we are giving ICT awards for teachers also. And we have yoga. We are every year we are now conducting Yoga Olympiad and Kalolsav, and these are some two important programs at national level. By selected students from different states are participating in this Yoga Olympiad as well as Kalolsav. Along with that, we have international cooperation and MOU with the different countries, and we are collaborating with the different countries like South Korea, Mauritius, Australia, etc. in different areas of school education as well as teacher education. And at the same time, during this COVID pandemic 19 period, we done lots of activities. We have developed lots of material. We have developed an alternative academic calendar for class 1 till class 12. We have developed VIJAYAN material, that is a guideline for online education. We converted Nishta into online. We started PM eVidya channel, 12 channels. We have Manodarpan program, Shahyo, it is known as Shahyo or Manodarpan, for supporting the students and mentally supporting. If emotionally mental issues comes, then supporting for that. We have counseling session also. And we conducted lots of webinars and during this time for disseminating many of the things, including our National Education Policy 2020. And these are some of the things I just would like to present before you. If you have any specific questions or specific things, you are most welcome. Thank you. Thank you so much, sir. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം. മീഡിയം ഒരു പ്രശ്നമായിട്ട് വിചാരിക്കേണ്ട. മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ബി ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. മലയാളത്തിൽ ചോദിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, യു ക്യാൻ ആസ്ക് ഇൻ മലയാളം. മലയാളത്തിൽ ചോദിക്കാം. Okay, sir, thank you. So please come forward. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു രസമുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് വൺ സൈഡഡ്. സർ, ഇവർക്ക് കൂടുതൽ ആങ്സൈറ്റി ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതിനോടനുബന്ധിച്ച് ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. യു ആർ ഓൾവേസ് വെൽക്കം. നിങ്ങൾക്ക് ഒരു സുവർണ്ണ ടീച്ചർ എഡ്യൂക്കേഷൻ 4 year ഇന്റഗ്രേറ്റഡ് ഏത് വിഷയം വേണമെങ്കിലും ചോദിക്കാം. There is no issue. Sir, good afternoon. Good afternoon. Sir, എനിക്ക് ചോദിക്കാനുള്ള NEP 2020 കുറിച്ചിട്ട് തന്നെയാണ്. അതിലിപ്പോ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ MPhil എടുത്ത് കളഞ്ഞു, പിന്നെ പുതിയ കാര്യങ്ങൾ അപ്ഡേഷൻ വന്നു, പിന്നെ ഇന്റഗ്രേറ്റഡ് BEd കുറിച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് BEd വരികയാണെങ്കിൽ തന്നെ ഇപ്പോ കേരളത്തിൽ ഒരുപാട് കോളേജ് BEd കോളേജ് മാത്രമായിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ചാൻസ് നഷ്ടപ്പെടുകയാണല്ലോ. അപ്പൊ അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് BEd വരുന്ന സമയത്ത് അഡീഷണൽ കോഴ്സസ് ആഡ് ചെയ്യേണ്ടി വരും അവർക്ക്. അതിനനുസരിച്ച് സ്പേസും വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്താണ് ഇപ്പൊ ഇതിന് ചെയ്യാൻ പറ്റുക? അതാണ് അറിയേണ്ടത്. Sir?
അവിടെ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കേൾക്കുന്നുണ്ടോ? ഹലോ. ഇടയ്ക്ക് നെറ്റ്വർക്ക് മിസ്സായി പോയി. ഓക്കെ സാർ, ഇപ്പൊ ക്ലിയർ ആണ് സാർ. NEP 2020 as per recommendation, by 2030 4-year B.Ed, integrated B.Ed will be the major program for preparing teachers എന്നാണ് വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇപ്പോൾ 2030 ആകുമ്പോഴേ ഈ കൺസേൺ ഇപ്പോൾ പറഞ്ഞ കൺസേൺ വരുന്നുള്ളൂ. കാരണം 2030 ആകുമ്പോൾ മാത്രമേ 4-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം നമ്മുടെ രാജ്യത്തെ എല്ലാ മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോഴാണ് ഈ കൺസേൺ, ഇപ്പോൾ പറഞ്ഞ കൺസേൺ കൂടുതൽ വരിക. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇപ്പോൾ NCT നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 18,000 ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്, NCT അപ്രൂവ് കൊടുത്തിട്ടുള്ളത്. ഈ അപ്രൂവ് കൊടുത്തിട്ടുള്ളതിൽ ഏകദേശം 93% ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ, ഓൺലി 7% മാത്രമേ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള 93-ൽ തന്നെ വളരെ ചുരുക്കം മാത്രമേ ഇപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളും റണ്ണ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള കോഴ്സുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളും ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും വരുന്ന ഒരു മഹാഭൂരിപക്ഷം സ്ഥാപനങ്ങൾക്കുമുള്ള കൺസേൺ ആണ് ഇപ്പൊ ചോദിച്ചത്. അപ്പോൾ ആ കൺസേൺ ഉണ്ടായത് കൊണ്ട് തന്നെ NCT ഒരു കമ്മിറ്റി രൂപീകരിച്ചു, ഓൾറെഡി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഇഷ്യൂ പരിഹരിക്കാൻ പറ്റുമോ, ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ പോളിസി കണ്ടിട്ടുണ്ടാവും. പോളിസിയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയായിരിക്കും, നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ചില അൺഎയ്ഡഡ് അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് സബ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള സബ് സ്റ്റാൻഡേർഡ് കേരളത്തിൽ വളരെ കുറവാണെങ്കിലും മറ്റ് പല സ്റ്റേറ്റുകളിലും ഒരുപാട് പേര് അഫിലിയേഷൻ മാത്രം, ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അവരെ ഈ വിദ്യാഭ്യാസ കച്ചവടത്തിൽ നിന്നും ഒഴിവാക്കണം. അപ്പോൾ അത് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതും, കാരണം അവർക്ക് ബാധിക്കാത്ത രീതിയിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൽ ആ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് കൊണ്ടുപോവുക എന്ന് അറിയാൻ പറ്റും. കാരണം ഈ ഇഷ്യൂ വരുന്നത് 2030 കൂടിയാണ്. അല്ലെങ്കിൽ 2030 വരെ ഇപ്പൊ നിലവിലുള്ള സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ 4-year ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്ന കോഴ്സ് NCT പൈലറ്റിംഗ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല ഇതുവരെ. അതിന്റെ കരിക്കുലം NCRT നമ്മളാണ് ഡെവലപ്പ് ചെയ്തിരുന്നത്. അതിനുശേഷം അത് NCT കൊടുത്ത് NCT ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിന്റെ കരിക്കുലം പൈലറ്റിങ്ങിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അത് പൈലറ്റിങ്ങിന് 50 ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ 50 ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേറൊരു കമ്മിറ്റി ഉണ്ട്, അത് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തില്ല. അത് ഐഡന്റിഫൈ ചെയ്ത് ആ പൈലറ്റിംഗ് നടന്നതിന് ശേഷമാണ് ഇത് മാസ്സായിട്ട് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകേണ്ടത്. അപ്പൊ അങ്ങനെ മാസ്സായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ പിന്നെ സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം. അപ്പോൾ അത് വരെയുള്ള സമയത്തിനുള്ളിൽ ഇപ്പോഴുള്ള സ്ഥാപനങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയം ഇപ്പോൾ പോകേണ്ടി വന്ന ചിലപ്പോൾ ജസ്റ്റ് BSc B.Ed നമുക്ക് തുടങ്ങണമെങ്കിൽ BSc പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ BA B.Ed തുടങ്ങണമെങ്കിൽ BA പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാതെ തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ BSc B.Ed മാത്രമാണ് പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർ എക്സാമ്പിൾ ഒരു അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താൽ അവിടെ B.Ed മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അതിന്റെ ക്ലാസ് റൂം സൗകര്യം മാത്രമേ ഉള്ളൂ, അത്രയേ ക്ലാസ് റൂം ഉള്ളൂ, അത്രയേ ഫാക്കൽറ്റി ഉള്ളൂ. അപ്പോൾ അവിടെ
പിന്നീട് BEd തുടങ്ങാൻ പറ്റില്ല 30-ന് ശേഷം. അപ്പോൾ BSc BEd നടത്തണമെങ്കിൽ അവരുടെ BScക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഓട്ടോമാറ്റിക് ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ വരും. അപ്പോൾ അത് തീർച്ചയായും അതിനുള്ള സമയമെടുത്ത മാനേജ്മെന്റ്, ഇഫ് ദേ ആർ വെരി സീരിയസ് അബൌട്ട് റണ്ണിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവർക്ക് തുടങ്ങണം അല്ലെങ്കിൽ നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടി വരും. അപ്പോൾ അതാണ് ഈ കമ്മിറ്റി ചർച്ച ചെയ്ത് എങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കൺസിഡർ ചെയ്യണം, എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഈ കമ്മിറ്റി തീരുമാനിക്കും. താങ്ക് യു സർ. സർ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ബീന ചോദിച്ചിരിക്കുകയാണ്. വി ഓൾ നോ ദാറ്റ് ഫിൻലാൻഡ്സ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. What all things we can adopt to change and improve our Indian education system to a more better one? ഫിൻലാൻഡിന്റെ ഒരു പ്രത്യേകത എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഞാൻ ടീച്ചർ എഡ്യൂക്കേഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഫിൻലാൻഡ് നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഐ എം നോട്ട് ബ്ലെയിമിങ് എനി വൺ. നമ്മുടെ BEdലേക്ക് കടന്നു വരുന്ന കുട്ടികൾ ആരാണ് എന്ന് നമ്മൾ നോക്കുക. ഒരു ഇന്റർനാഷണൽ സ്റ്റഡി റിഫ്ലക്ട് ചെയ്യുന്നത് ബെസ്റ്റ് 1/3 ഓഫ് ദ കോഹോർട്ട്, OECD നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. OECD is a very important organization in the global level, and they conducted lots of study. OECD സ്റ്റഡി പറയുന്നത് വെച്ചാൽ ഫിൻലാൻഡിൽ ഏറ്റവും ഈ +2 കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ചൂസ് ചെയ്യുന്നത് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ബെസ്റ്റ് 1/3 ഓഫ് കോഹോർട്ട്. അവിടെ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് പോകാനുള്ള സെലക്ഷന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ അത്രയും കടുത്തതാണ്. ബെസ്റ്റ് 1/3 മാത്രമേ ഈ ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേ രീതിയിൽ മറ്റൊരു സ്റ്റഡി നടത്തിയപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ the last 1/3 is going for teacher education field. എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്ന് നമ്മൾ തന്നെ, ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ റിസർച്ചിന്റെ ഏറ്റവും അത്യാവശ്യം. അപ്പോൾ NEP 2020 പറഞ്ഞു, വി നീഡ് ടു അട്രാക്ട് ബെസ്റ്റ് ടു ദ ടീച്ചിങ് പ്രൊഫഷൻ. ഏറ്റവും ബെസ്റ്റിനെ നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയാണ് ബെസ്റ്റിനെ ടീച്ചർ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? വി നീഡ് ടു മോട്ടിവേറ്റ്. വി നീഡ് ടു ഒരാൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അവർക്ക് മോട്ടിവേറ്റഡ് അല്ല. നമ്മൾ നോക്കുക, ഒരുപാട് സ്കൂളുകൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,000-ൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, എങ്ങനെയാണ് അവർക്ക് മോട്ടിവേഷൻ കിട്ടുക? ഹൗ ദെയർ മോട്ടിവേഷൻ ലെവൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസ് കണ്ടീഷൻ ഏറ്റവും അത്യാവശ്യമാണ്, സാലറി അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒഡീസയിൽ, ജാർഖണ്ഡിൽ, അവിടെ ഈവൻ ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പ്രൈവറ്റ് സ്കൂൾ, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഗവൺമെന്റ് സ്കൂൾ സിസ്റ്റം. ഗവൺമെന്റ് സ്കൂളുകളിലെ റിക്രൂട്ട്മെന്റ് ആദ്യത്തെ 5 വർഷം 6 വർഷം അവർക്ക് കിട്ടുന്നത് വെറും 6,000 അല്ലെങ്കിൽ 7,000 rupees ആണ്. ഗവൺമെന്റിലേക്ക് റിക്രൂട്ട് ചെയ്ത ടീച്ചേഴ്സിന്. അപ്പോൾ ആ ടീച്ചേഴ്സ് ഗവൺമെന്റ് സിസ്റ്റത്തിൽ വന്നിട്ടും ഇത്രയേ കിട്ടുന്നുള്ളൂ എങ്കിൽ ഹൗ ദേ വിൽ ഗെറ്റ് ദാറ്റ് മോട്ടിവേഷൻ? അപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. ആ സിസ്റ്റമിക് ഇഷ്യൂസ് റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഫിൻലാൻഡിലേക്ക് പോകണമെങ്കിൽ, ഫിൻലാൻഡ് ഒരു ചെറിയ കൺട്രിയാണ്, അവിടുത്തെ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ അനദർ ഇഷ്യൂ. 1:20 1:20 എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ റേഷ്യോ, നമ്മുടെ സീനിയർ സെക്കൻഡറി ഒക്കെ നോക്കുക 1:60 ഒക്കെയാണ്. ഏത് സ്കൂളുകൾ എടുത്താലും 1:45 1:50 ആണ്. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷന് കൊടുക്കുന്ന പ്രാധാന്യം, അതുപോലെ അവിടുത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം സെൻട്രൽ അറൗണ്ട് ഫിൻലാൻഡിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ്. അവരുടെ ടീച്ചർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ഫ്രീ ആണ്. അവരെ ആ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് ഫിൻലാൻഡിലേക്ക് വരികയാണ്, എക്സാമിനേഷൻ ഫ്രീ ആണ്, കുട്ടികൾക്ക് ഫ്രീഡമാണ്. എക്സാമിനേഷൻ വരുന്നതന്നെ ക്ലാസ് 10-ലാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഡൽഹി ഗവൺമെന്റ് ടീച്ചേഴ്സിനെ അവിടെ അയച്ച് അവരുടെ എഡ്യൂക്കേഷൻസിനെ ഫിൻലാൻഡിൽ അയച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഫിൻലാൻഡ് മോഡൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അവിടെയുള്ള മെന്ററിങ് എന്ന് പറയുന്ന സാധനം അഡാപ്റ്റ് ചെയ്ത് മെന്ററിങ് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പൊ മെന്ററിങ് കൊണ്ടുവന്നിട്ട് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ദേ ആർ സേയിങ് ഇറ്റ് വാസ് സക്സസ്ഫുൾ. പക്ഷേ
ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള സ്കൂളുകളിലെ ടീച്ചേഴ്സാണ്. മറ്റുള്ള സ്കൂളുകളിലെ ടീച്ചേഴ്സിനെയാണ് മെന്ററായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അവരവിടെ അവരുടെ സ്കൂളുകളിൽ ടീച്ച് ചെയ്യാതെയാണ് മറ്റുള്ള സ്കൂളുകളിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ സ്കൂളുകളിൽ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, പഠിപ്പിക്കാൻ ആരുമില്ലാതെ ഒരു സിസ്റ്റമാണ് നമ്മൾ നടത്തിയ ഇന്ററാക്ഷൻ നമുക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബാരിയർ. ഹ്യൂമൻ റിസോഴ്സസിനെ ഓറിയന്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാരിയറാണ്. അപ്പോൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരു വാസ്റ്റ് കൺട്രി ആയ ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ലെവൽ ഫ്രീഡം ഉപയോഗിച്ചിട്ട് സ്റ്റേറ്റിന് അത് ചെയ്യാൻ പറ്റുമ്പോൾ, സാലറി കൊടുക്കാൻ പറ്റുമ്പോൾ, അതുപോലെ ഒരുപാട് അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ള സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ സാലറി കൊടുക്കുന്നു, ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ സാലറി കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മോട്ടിവേഷൻ ലെവൽ. അപ്പോൾ അവിടെ ഒരു പോളിസി ഡിസിഷൻ കൊണ്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുമ്പോൾ, അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക് ടീച്ചേഴ്സിന് ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ടീച്ച് ചെയ്യാനുള്ള ഹൈ സാലറി കിട്ടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും നല്ല കഴിവുള്ള കുട്ടികളും ഈ കോഴ്സിലേക്ക് വരും. അപ്പോൾ അങ്ങനെ കോഴ്സിലേക്ക് നല്ല കഴിവുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ആ ടീച്ചിങ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അവരുടെ സർവീസ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു സിസ്റ്റം, ഫിൻലാൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതെത്രമാത്രം നമുക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പലപ്പോഴും നമ്മുടെ പാളിച്ചകൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു സിസ്റ്റമാറ്റിക് സപ്പോർട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് നമുക്ക് പലപ്പോഴും മിസ്സാകുന്നു. നമ്മുടെ ബിക്കോസ് ഓഫ് ദർ ആർ ലോട്ട്സ് ഓഫ് അതർ ഇൻഫ്ലുവൻസ് ഓൾസോ ഇൻ ബിറ്റ്വീൻ വിൽ കം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടീച്ചർ എഡ്യൂക്കേഷൻ പറയുമ്പോൾ 4 ഇയറിന്റെ കാര്യം പറയുമ്പോൾ സബ് സ്റ്റാൻഡേർഡ് കൂട്ടാൻ പറയുമ്പോൾ ഉള്ള മറ്റൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല മറ്റു പല സംസ്ഥാനങ്ങളിലൂടെ ഈ അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജേഴ്സ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ്. ആ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇത് അടച്ചുപൂട്ടാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഇത് പറയുന്നു, അതേ സമയത്ത് ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് മറ്റു രീതിയിലേക്ക് പോവുകയും ചെയ്യും. ദാറ്റ് ഈസ് അവർ കൺട്രി സിസ്റ്റം. ഐ തിങ്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് പൊളിറ്റിക്സ് ഒക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്, അതർവൈസ് വി കനോട്ട്. ഇപ്പോൾ നമ്മുടെ കിട്ടുന്ന ഇൻപുട്ട് ഇറ്റ് ഈസ് ലാസ്റ്റ് 1/3. ഫിൻലാൻഡിൽ കിട്ടുന്ന ഇൻപുട്ട് ദ ബെസ്റ്റ് 1/3. ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ് ഇൻ അവർ സിസ്റ്റം. ഐ തിങ്ക് ഓക്കെ. Yes, sir. Yes, sir. It's answered very nicely. Sir, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നത്, what is your opinion on the need for curriculum to increase the social activity of students in a changed society? There is no doubt about it. The education എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും ഒരുപാട് കണ്ടന്റ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് how he or she is able to survive in the society by education. For if I am giving education to the student, in which way that particular student is surviving. ഞാൻ എൻ്റെ സ്റ്റഡി PhD study I conducted on this particular aspect. My study was on comparison of DPEP curriculum for social and psychological development of children. അപ്പോൾ അവിടെ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്, ഐ ടുക്ക് ദ സാമ്പിൾ ഓഫ് സ്കൂൾ ദോസ് ഹു ആർ ഹാവിംഗ് ദിസ് DPEP കരിക്കുലം ആൻഡ് ഡു നോട്ട് ഫോളോ ദ DPEP കരിക്കുലം. അപ്പോൾ അവിടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് കണ്ടന്റിന്റെ അക്കാഡമിക് അച്ചീവ്മെന്റ് കാര്യത്തിൽ കാതറായിട്ടുള്ള ഡിഫറൻസ് ഇല്ല എങ്കിലും ചിലപ്പോൾ നോൺ DPEP കാരാണ് മുന്നിലെങ്കിലും അറ്റ് ദ സെയിം ടൈം സോഷ്യൽ ഡെവലപ്മെന്റിൽ, സോഷ്യൽ സ്കില്ലിന്റെ കാര്യത്തിൽ DPEP സ്റ്റുഡൻസ് ആർ ഫാർ 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 ബെറ്റർ ദാൻ ദ നോൺ DPEP സ്റ്റുഡൻസ് എന്നാണ് ഞാൻ എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടെത്തി, എൻ്റെ അനുഭവത്തിൽ കിട്ടിയതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അപരിചിതനെ കണ്ടാൽ നമുക്ക് സംസാരിക്കാൻ പോലും ചിലപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ വിഷമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യില്ല. നമ്മളൊരു വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ തന്നെ അപരിചിതനാണ്, നമ്മൾ ചിലപ്പോൾ അകത്തേക്ക് പോവുക ചെയ്യുക. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് DPEP-യിലുള്ള ആ സമയത്തുള്ള കുട്ടികൾക്ക് they don't have any type of issue. They can say anything. They will treat the stranger also as a
person who is very familiar, like that they will be ready to do. No, അതൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ it is through the social interaction, how they are doing in the classroom, outside the classroom, what type of activities they are getting, what type of intervention they are getting. അപ്പോൾ ആ രീതിയിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് കോഴ്സ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. നമ്മുടെ NCRT ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി നടത്തിയത് GSET കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ചില ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസിന്റെ ഒരു സ്റ്റഡി നടത്തി. അതിൽ നടത്തിയിട്ടുള്ള സ്റ്റഡിയിലുള്ള ഒരു സാമ്പിളാണ് കേരളത്തിന്റെ കേരള സ്റ്റുഡന്റ് പോലീസ് സ്കീം. സ്റ്റുഡന്റ് പോലീസ് സ്കീം എന്ന് പറയുന്ന സാധനം അതിന്റെ ഭാഗമായിട്ടൊരു സാമ്പിളാണ്. അതിന്റെ സക്സസ് സ്റ്റോറി കണ്ടതിന് ശേഷം അത് ഹരിയാനയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ പല സ്റ്റേറ്റുകളിലും അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു, അവരുടെ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്തരം എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് 100 out of 100 കിട്ടുക എന്നുള്ളതല്ല. അറ്റ് ദ സെയിം ടൈം ഹൗ ദേ ക്യാൻ ബിക്കം എ ഹ്യൂമെയിൻ. നിങ്ങൾ NCFT 2009 കണ്ടിട്ടുണ്ടാവും. അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ടു പ്രിപ്പയർ എ ഹ്യൂമൈൻ ടീച്ചർ ആണ്. ദ സെയിം വേ the social interaction will help us to ensure a humane student, humane citizen. ഒരു ഹ്യൂമൻ സിറ്റിസൺസിനെ നമുക്ക് എൻഷുർ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് ദ സോഷ്യൽ ഇന്ററാക്ഷൻ. ദാറ്റ്സ് വാട്ട് വി ആർ മിസ്സിംഗ് ഡ്യൂറിങ് ദിസ് പാൻഡമിക് എഡ്യൂക്കേഷൻ. പാൻഡമിക് എഡ്യൂക്കേഷനിൽ കുട്ടികളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, പിയർ ഇന്ററാക്ഷൻ, നെറ്റ്വർക്കിംഗ്, അതൊക്കെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂസ് right now if when they are going back to the school, the teachers have to play a big role. ഒരുപാട് കാര്യം ചെയ്യേണ്ടി വരും. ഈവൻ ടീച്ചേഴ്സ് ഓൾസോ സോഷ്യൽ ഇന്ററാക്ഷനിൽ വിമുഖമാകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് ചില സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ ദാറ്റ് സിസ്റ്റം വിൽ കൊളാപ്സ്. Therefore the being teacher educators, prospective teachers, it is your responsibility. You can also, some of you also can go for a study when they are coming back to the school and what type of interaction they are getting, how they are participating, how they are improving. Those things are very, very essential, I feel. Okay, thank you very much, sir. അത്രയും queries ആണ് ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും സാറോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, സമയവും പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, പറയുന്നു. ശങ്കരൻ സാറിന് സംസാരിക്കാനുണ്ട്. ഓക്കെ. ഇല്ല വിജയ മാഷെ, വെറുതെ നമസ്കാരം പറയാൻ വിളിച്ചതാ. അല്ല, ഒരു ചോദ്യം ചോദിക്കും ശങ്കർ സാറേ, അങ്ങനെ പറയല്ലോ. നിങ്ങളെ കാണാൻ പറ്റിയില്ല, നിങ്ങളെ വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, റേഞ്ച് ഇത്തിരി കുറവാ, ക്യാമറ. ശങ്കരമാഷ സെക്കൻഡ് മീറ്റിലാണ് വിജയമാഷ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. 2 മീറ്റ് ലിങ്കുകളുണ്ട്. ഓക്കെ, താങ്ക് യു ശങ്കരമാഷ്, അങ്ങനെ ഇന്ററാക്ട് ചെയ്തു. നമുക്ക് കൺക്ലൂഡിംഗ് റിമാർക്സിലേക്ക് പോകാം. അനീഷ. Yes, teacher. So many thanks to sir for giving us much time and presenting us with a wonderful session through the presentation. സാറിന് ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിനായി MAT ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് വീണയെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എന്നിൽ അർപ്പിതമായ കർത്തവ്യം നന്ദി അറിയിക്കുക എന്നതാണ്. ആയതിനാൽ ആദ്യമായി വെബിനാറിൽ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും എന്റെയും NSS ട്രെയിനിങ് കോളേജിന്റെയും പേരിലും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമുക്ക് മുൻപിൽ മാൻഡേറ്റ് സെറ്റപ്പ് ഇനീഷ്യേറ്റീവ്സ് ഓഫ് NCRT എന്ന വിഷയത്തിൽ ഒരുപാട് വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ വിജയൻ സാർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് NCRT സാറിനും എന്റെയും NSS ട്രെയിനിങ് കോളേജിന്റെയും പേരിൽ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇത്തരത്തിൽ വെബിനാറിനുള്ള ഒരു അവസരം നമുക്ക് മുമ്പിലേക്ക് വെച്ചു തന്ന, ഇതിനു വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ അവർ പ്രിൻസിപ്പൽ മാം ഡോക്ടർ അമ്പിളി അരവിന്ദിനും ഏതൊരു പ്രോഗ്രാമിലും തന്റേതായ എല്ലാവിധ സഹായങ്ങളും നൽകുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സാജൻ സാറിനും വെബിനാറിന്റെ വിജയകരമായ പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും
ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഒരേപോലെ ചേർത്ത് നിർത്തിയ ഡോക്ടർ ലക്ഷ്മി മാമിനും എന്റെയും എന്റെ സുഹൃത്തുക്കളുടെയും മറ്റു സന്നിഹിതരായ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള അമൂല്യ അവസരങ്ങൾ ഇനിയും ഞങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. വിജയൻ സർ, താങ്ക് യു സോ മച്ച്. അവിടെ സാജൻ സാർക്ക് ഇന്ന് ഫുൾ ഡേ വേറൊരു സെഷൻ ഉണ്ട് സാർ. അപ്പൊ യൂട്യൂബ് സ്ട്രീമിംഗ് സാറ് നോക്കണുണ്ട്. സാറ് ഇപ്പോ വേറൊരു ക്ലാസ്സിലാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാഞ്ഞത്. വിളിക്കും സാറെ, വിളിക്കും. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങൾക്ക് NCRTയിൽ നിന്ന് തന്നെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി സാറിനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay, thank you. All the best. Thank you. Best wishes to all. Thank you very much, sir. Okay. Thank you, sir. Thank you. Okay, let me leave. Okay, Okay, sir. Thank you, sir. Thank you very much, sir. നമ്മളുടെ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ടാണ്. ഈവനിങ് സെഷനാണ് നമ്മൾക്ക് ഇനിയുള്ളത്. 4 മണിക്കാണ് നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ലഞ്ച് ടൈം. 4 മണിക്ക് വീണ്ടും നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ലിങ്ക് നിങ്ങളിലേക്ക് എത്തും. കൃത്യം 4 മണിക്ക് തന്നെ മീറ്റിൽ വരാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് ആഫ്റ്റർനൂൺ സെഷൻ, ഈവനിങ് സെഷനിലുള്ളത് ശ്രീ കവിത PS ഡയറ്റിലെ ടീച്ചർ നൽകുന്ന ഒരു ക്ലാസ് ആണ്. ഡയറ്റിനെ കുറിച്ചും ഡയറ്റിന്റെ ഫങ്ഷൻസിനെ കുറിച്ചുമുള്ള ഒരു ബ്യൂട്ടിഫുൾ സെഷൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ദ ചാൻസ്. ആ മീറ്റിലായിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക. സോ പ്ലീസ് ബി ഷുവർ നിങ്ങളുടെ പ്രസൻസ് എൻഷുർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വൺ ആൻഡ് ഓൾ. Thank you, teacher. Thank you, ma'am. Bye, miss. Thank you, ma'am.